Hello my dear students, welcome to NEET 2021 Chemistry Discussion. മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു NEET 2021. എഴുതിയവർക്കറിയാലോ, നമ്മൾ സാധാരണ ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ കുട്ടികൾ ഒരിക്കലെങ്കിലും കാണാതിരുന്നിട്ടുണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻസ് എക്സാമിലൂടെയും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടും പലപ്പോഴായിട്ട് നമ്മൾ കണ്ട് പരിചയിച്ച ക്വസ്റ്റ്യനാണ് കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കോച്ചിങ് കിട്ടിയ കുട്ടികളൊക്കെ തന്നെ മുഴുവൻ ക്വസ്റ്റ്യനും ശരിയാക്കിയിട്ടുണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും നമ്മൾ ക്ലാസ്സിൽ പറയാറുള്ള, നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡെയിലി നമ്മുടെ മോർണിംഗ് എക്സാമുകളിലൊക്കെ വന്നിരുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. എളുപ്പമായിരുന്നില്ലേ? ഇനി ഞാൻ വരുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓവർവ്യൂ ചെയ്യാൻ പോവാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഓപ്ഷൻ ഫോർ ദ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇൻ എക്സഗണൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആർ. എക്സഗണൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ഉള്ള കണക്കാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോ, ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്പർ ഓഫ് ആറ്റംസ് പെർ എക്സഗണൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ആർ n സ്ഫിയേഴ്സ് ദർ വിൽ ബി 2n ടെട്രാഹെഡ്രൽ വോയിഡ് ആൻഡ് n ഒക്ടാഹെഡ്രൽ വോയിഡ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 6 ആണ് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് വിൽ ബി 2 into 6, that is 12, and here that will be 6n. So 12 tetrahedral void 6 octahedral void ഉണ്ടാകും. Therefore 4 is the right answer. Simple question. Next question, zirconium and hafnium have similar atomic and ionic radii because of. ഇത് +2 പഠിച്ച ഏത് കുട്ടിക്കും അറിയുന്നുണ്ടാവും. കാരണം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ ലാന്തനയുടെ കോൺട്രാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ വിശദീകരിച്ചാൽ അത് അധികപ്പറ്റായി പോകും. മൂവിങ് ഓൺ. ഫോർ എ റിയാക്ഷൻ എ ഗീവ്സ് ബി, ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഗിവൺ ആസ് -4.2 and enthalpy of activation is 9 kilojoule per mole. The correct potential energy profile for the reaction is shown. Again, simple question. It has been given that the enthalpy is negative. That means the reaction is exothermic. നെഗറ്റീവ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ എക്സോതെർമിക് ആണ്. റിയാക്ഷൻ എക്സോതെർമിക് ആകുമ്പോൾ നമുക്കുള്ള ഗ്രാഫിൻ്റെ റിയാക്റ്റൻറ്റിനേക്കാളും എനർജി കുറവായിരിക്കണം പ്രോഡക്റ്റിന്. സി ഹിയർ, റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി കൂടുതലാണ് പ്രോഡക്റ്റിന്. സോ ഇറ്റ് കനോട്ട് ബി ദ റൈറ്റ് ആൻസർ. ബട്ട് ഇറ്റ് ഈസ് ക്ലിയർ ഹിയർ, റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി കുറവാണ് പ്രോഡക്റ്റിന്. ഇതാണ് ആ എനർജി ഡിഫറൻസ്, -4 കിലോജൂൾ, 4.2 കിലോജൂൾ. എന്നാൽ അതിനേക്കാളും വലിയൊരു വാല്യൂ ആണ് ആക്ടിവേഷൻ എനർജി, അത് 9 കിലോജൂളാണ്. 9 കിലോജൂളാണ്. സോ സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈക്വൽ ആണ്, അപ്പോൾ അത് എക്സോതെർമിക്കലല്ലോ. ഇവിടെ നോക്കുകയാണെങ്കിലും പ്രോഡക്റ്റിൻ്റെ എനർജി റിയാക്റ്റൻറ്റിനേക്കാൾ കൂടുതലാണ്. സോ അതും എൻഡോതെർമിക് ആയിട്ട് വരുള്ളൂ. സോ ബി ഓർ ദ സെക്കൻഡ് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. Now, tritium, a radioactive isotope of hydrogen, emit which of the following particles? It's beta. Very direct question. Chapter hydrogen. The RBC deficiency is deficiency disease of which one? Vitamin B12 അല്ലേ? പെർനീഷ്യസ് അനീമിയ, അതേപോലെ RBC ഡെഫിഷ്യൻസി ഒക്കെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട ഡിസീസുകളാണ്. Now the molar conductance of NaCl, HCl and sodium acetate at infinite dilutions are given, and the molar conductance of weak electrolyte acetic acid at infinite dilution is again നമ്മുടെ സാധാരണ ബോർഡ് എക്സാമിന് കണ്ടുവരാറുള്ള കോറിലേഷൻസ് ലോൻ്റെ അപ്ലിക്കേഷനാണ്. അസറ്റിക് ആസിഡിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ അസറ്റിക് ആസിഡായിട്ട് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി കിട്ടുന്നത് എന്താ? CH3COO- H+ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാംഡ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ലാംഡകൾ ആഡ് ചെയ്താൽ പോരെ? ഓക്കെ, ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മളിങ്ങനെ കോറിലേഷൻസിലോ വലിയ സംഭവമായിട്ട് അപ്ലൈ ചെയ്യാതെ നമുക്ക് ആ ഇക്വേഷൻ എഴുതിയിട്ട് അവിടെ നിന്ന് ചെയ്താൽ മതി. മീൻസ് നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ ഒരു അയണൈസ്ഡ് ഫോം കിട്ടുന്ന രീതിയിലേക്ക് മറ്റാൾക്കാർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. വാട്ട് ആർ ദ വാല്യൂസ് ഗിവൺ? NaCl തന്നിട്ടുണ്ട്, ഫൈൻ. പിന്നെയോ HCl തന്നിട്ടുണ്ട്, ഓക്കെ. CH3COOH തന്നിട്ടുണ്ട്. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അയോണുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്ന അയോണുകൾ Na+, ഞാൻ കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇതാ, ഇത് Na+, Cl-, H+, Cl-, CH3COO-ഉം ഇത് CH3COO അല്ലേ? ഇവിടെ Na+, റൈറ്റ്. നോക്കൂ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇത് സബ്സ്ട്രാക്ട് ചെയ്താലോ? ഇൻസ്റ്റെഡ് ഓഫ് ഹിയർ ഞാൻ സബ്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ
ഈ Na പ്ലസും ഈ Na പ്ലസും ക്യാൻസലാകും. ഈ Cl മൈനസും Cl മൈനസും ക്യാൻസലാവും. പിന്നെ അവിടെ എന്താ ഉള്ളത് നോക്ക്, H പ്ലസും CH3CO മൈനസുമാണ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് NaClൻ്റെ വാല്യൂ, ഇതിപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നേരെ അതിൻ്റെ താഴെ അതായത് റീഡിങ് എടുത്ത് ചെയ്താൽ ഇത് NaCl ആണ്, ഇത് HCl ആണ്, ഇതാണ് CH3CONA. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ NaClൻ്റെ വാല്യൂ ആദ്യം എഴുതിക്കോ 126.45 മൈനസ് പിന്നെ ഉള്ളത് HClൻ്റെത് 426 ആണ് 0.16 പ്ലസ് 91.0 ഇതാണ് വാല്യൂ. അപ്പോൾ നോക്കിക്കോ 426 പ്ലസ് 91. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ആ 91 100 ആക്കുന്ന 9 അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ 100 പ്ലസ് 417 അല്ലേ, 100 പ്ലസ് 517 ആണ്. ഇത് 517 ആൻസർ വരും. 517ൽ നിന്നും 126 കുറയ്ക്കുക, അപ്പോൾ 490 റേഞ്ചിലാണല്ലോ ആൻസർ വരേണ്ടത്, സോറി 390 റേഞ്ചിൽ. സോ ദിസ് വിൽ ബി ദ ആൻസർ, റൈറ്റ്. നോക്കൂ 517 റേഞ്ച്, 517 മൈനസ് 126 അറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 111 to 9 4 391 റേഞ്ചിൽ ആൻസർ വരും റഫായിട്ട് ചെയ്താൽ. സോ സെക്കൻഡ് വൺ ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ആണ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഓർഗാനിക്കിൽ നിന്നും നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 2,6-dimethyl ചെറിയ പ്രിൻറ്റിങ് എറർ, ടൈപ്പിംഗ് എറർ ഉണ്ട്. ഫോർ ഡെക്ക് ഫോർ ഇൻ ആണ്. 2,6-dimethyl ഡെക്ക് ഫോർ ഇൻ ഈസ്, സി 2,6 ആണ്, ഡെക്ക് ഫോർ ഇൻ ആണ്. ഡെക്ക് 4 എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് വരില്ല, കാരണം ഇതിൻ്റെ പൊസിഷൻ 2 വരും വേണം, 2ൽ ബ്രാഞ്ചും 4ൽ ഡബിൾ ബോണ്ടും വരണം. ഇത് നോക്ക് 1 2 3 4ൽ ഡബിൾ ബോണ്ട് ഉണ്ട്, 2ൽ ബ്രാഞ്ച് ഉണ്ട്. 2 6 1 2 1 2 3 4 5 6 ഇതിന് ചാൻസ് ഉണ്ടല്ലോ. 1 2 3 4 5 6 1 2 3 ഇത് 3ലാണ് ഡബിൾ ബോണ്ട്. 1 2 3 മക്കളെ നോക്കൂ 1 2 3 4 4ൽ ഡബിൾ ബോണ്ട് ഉണ്ട്, 2ലും 6ലും ബ്രാഞ്ച് ഉണ്ട്. സോ ഇതാണ് ആൻസർ. കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട ഡയറക്റ്റ് ആണ്. ഇതാണെങ്കിൽ എന്താ പേര് 1 2 3 4 5 6 ഇത് 2,6-dimethyl ഡെക്ക് 3 ഈനാണ് വരിക. ഇത് 1 2 3 ഇങ്ങോട്ടാണ് വേണ്ടത്. 1 2 3 4 5 6 7 8 9 ഇത് 6-9-dimethyl ഡെക്ക് 3 ഈനാണ്. ഇത് 1 2 3 4 5 1 2 3 4 5 അപ്പോൾ ഇങ്ങനെ തന്നെ മതി. 1 2 3 4 5 ഇപ്പോൾ ഇവിടെ എണ്ണുമ്പോഴേ നമുക്ക് 1 2 3 4 5 6 2,6-dimethyl ഡെക്ക് 1 2 3 4 5 5 ഈനാണ് അവിടെ വരുന്നത്. ഓക്കെ, സോ എല്ലാത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ ഡയറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് റൈറ്റ് ഓപ്ഷൻ. ദ മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ബ്ലാസ്റ്റ് ഫേർണസസ്. ബ്ലാസ്റ്റ് ഫേർണസിൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ നമുക്കറിയാം 2200 കെൽവിനാണ്, 2200 കെൽവിനാണ് അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നത്, കമ്പഷൻ സോൺ, ദെൻ അതിൻ്റെ നേരെ മേലെ മിഡിൽ സോൺ ദാറ്റ് ഈസ് സ്ലാഗ് ഫോർമേഷൻ സോൺ, ദെൻ അപ്പർ പാർട്ടിലാണ് മെയിനായിട്ട് റിഡക്ഷൻ നടക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the compound that will react with Hinsberg reagent to give a solid which dissolves in alkali. Hinsberg reagent is benzene sulfonyl chloride, abbreviated as BESC. With this reagent, primary gives a product which is soluble in alkali. Secondary gives a product which is insoluble in alkali. Tertiary will not give any product. അതാണല്ലോ കണ്ടീഷൻ. ഞാൻ ആ റിയാക്ഷനോട് തന്നെ ഒന്ന് പോട്ടെ. See, primary generally represented as RNH2, which on reaction with benzene sulfonyl chloride, I can write it as like this. Benzene can be represented by 5. So on this reaction, this HCl will be removed and we get an addition product that is this one. This is an acid because of the presence of hydrogen on this nitrogen which is attached to an electron withdrawing SO2 group. That means this hydrogen can behave as acid. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ആൽക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൽക്കലി, ഫോർ എക്സാമ്പിൾ NaOH തന്നിരിക്കട്ടെ, OH മൈനസ് ഇട്ടു, ആ OH മൈനസും ഈ എച്ചും കൂടെ ചേർന്നിട്ട് H2 ഉണ്ടാവുകയും ബാക്കി പാർട്ട് സോൾട്ടായിട്ട് ആ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സൊലുബിൾ ഇൻ ആൽക്കലി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രൈമറി ആണ് ഇത്തരം പ്രോഡക്റ്റ് തരിക. സെക്കൻഡറി ആണെങ്കിൽ ഗിവ്സ് എ സോളിഡ് ബട്ട് ഇൻസോലുബിൾ ഇൻ ആൽക്കലി എന്ന് പറയുള്ളൂ. ബിക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഹൈഡ്രജൻ സെക്കൻഡറി ആകുമ്പോൾ ഇവിടെ 6 ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ ഇവിടെ 6 ആയിരിക്കും ഉണ്ടാവുക. സോ അസിഡിക് ക്യാരക്ടർ കാണിക്കാൻ അവിടെ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് ഇൻസോലുബിൾ ഇൻ ആൽക്കലിയാണ് വരിക. ഇൻസ്റ്റെഡ് ഓഫ് ദ സെക്കൻഡറി ആൻഡ് പ്രൈമറി ഇത് ടെർഷറി ആയിരുന്നെങ്കിൽ ഈവൻ ഇറ്റ് cannot react with this reagent, so no reaction at all. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ആൻഡ് വൺ മോർ തിങ് ടു ആഡ്, Hinsberg reagent is now substituted by toluene sulfonyl chloride അല്ലെങ്കിൽ പാരാമീഥൈൽ ബെൻസീൻ സൾഫonyl chloride. അതും കൂടി ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞൊരു പോയിന്റാണ്. Now moving on, the following solutions were prepared by dissolving 10 gram of glucose
in 250 ml, that is represented as P1. 10 gram of urea, again in the same solution, same amount of water, 10 gram of sucrose. And the right option for the decreasing order of osmotic pressure, pi equals CRT. As per this equation, concentration കൂടിയാൽ osmotic pressure കൂടും. Let us check the concentration, number of moles നോക്കിയാൽ മതിയല്ലോ. 10 gram glucose എന്ന് പറയുമ്പോൾ 10/180 ആണ്. As you know that എല്ലാം ഒരേപോലെ തന്നെ ഡിസൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടാൽ മതി, ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണല്ലോ വരുന്നത്. സോ 10/80, 10/something ആണ്. രണ്ടാമത്തത് ആരാണ്? യൂറിയാണ്. യൂറിയൻ്റെ മോളാർ മാസ് 60 അല്ലേ? N2H4C അല്ല, എന്താണ് N2H4CO? ഇത് 28 + 4 + 12 + 16. ഇത് അപ്പോൾ എത്രയാണ്? 28 ഇതിപ്പോൾ 28 + 4, that is 6. 28ഉം ഇതും കുറച്ച് ചേർത്ത് എത്രയാണ് മക്കളെ? 30 + 10 40, 40 + 4 44 + 6 50 + ഓക്കെ റൈറ്റ് 60. ഇത് നിങ്ങൾ കാണാൻ പഠിക്കേണ്ടതാണ്, കാരണം യൂറിയ അത്രയും നമുക്ക് റെഗുലറായിട്ട് വരുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ദെൻ 10 ഇവിടെ ആരാണ്? സുക്രോസ് ആണ്. സുക്രോസ് വീണ്ടും 342 റേഞ്ചിൽ വരുന്നു. അപ്പോൾ ഇതിൽ മൊളാരിറ്റി കൂടുതൽ ഇയാൾക്കായിരിക്കും, കാരണം ഇതല്ലേ ചെറുത്. ദെൻ സോ ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് P1, ദിസ് ഇസ് P2, ദിസ് ഇസ് P3. ദെൻ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് P2 ആയിരിക്കും കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ, then P1, then P3. Select your answer, P2, P1, P3. The first one is given as the right option. Moving on. The major product of the following chemical reaction is, we have been given peroxide. HBr is adding in presence of peroxide. It follows anti-Markovnikov addition. That means simply add HBr in opposite to Markovnikov rule. That is, bromine goes to the hydrogen carbon containing more number of hydrogen atom. That is this. The first one is the right. It has been given first as the right option. Kanda H ingottu add ചെയ്തപ്പോൾ CH2 ആയി. കണ്ട let me copy it. CH3 CH3 CH double bond CH2. Add HBr to this. So H ingottum Br ingottum add ചെയ്യുന്നു. So the product will be CH3 CH3 CH2 CH2Br. കണ്ട ജസ്റ്റ് HBr അങ്ങോട്ട് ആഡ് ചെയ്തു. ആൻറ്റി മാർക്കോനിക്കോവ് റൂൾ അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ്. റിയാക്ഷൻ ഫോളോസ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആൻഡ് സോ ഓൺ. Given below are two statements. Aspirin and paracetamol belongs to the class of narcotic analgesic. തെറ്റാണ്. നോൺ നാർക്കോട്ടിക് അനാൾജസിക് ആണത്. സോ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മോർഫിൻ ആൻഡ് ഹെറോയിൻ ആർ നോൺ നാർക്കോട്ടിക്. തിരിച്ചാണ് വരേണ്ടത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൻ ഓപ്ഷൻസ് അല്ലേ. Both the statement are true, never. Both the statement are false. Both the statement 1 and statement are false. Correct answer. The correct sequence of bond enthalpies of CX bond is, നമുക്കറിയാം ആറ്റത്തിന് വലിപ്പം കുറയുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും, ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് എൻതാൽപ്പി കൂടും. സോ CF ആയിരിക്കും ഏറ്റവും ബോണ്ട് എനർജി കൂടുക. CF then ClBr, ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ. കറക്റ്റാണ്. സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. മക്കളെ ഇതിലൊരു കാര്യമുള്ളത്, ഞാനിപ്പോൾ ചെയ്യുന്ന വേർഷൻ I think P3 ആണെന്ന് തോന്നുന്നു. വേർഷൻ ഏതായാലും കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ വേർഷൻ മാറുമ്പോൾ ഓപ്ഷൻ്റെ ഷഫിൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതിൽ രണ്ടാണെന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്, എന്തിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. വേറെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ഇത് BO CO D എന്തെങ്കിലും ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ ക്വസ്റ്റ്യനും ആൻസറും ശരിക്കും നോക്കണം കേട്ടോ. BF3 is a planar molecule, അറിയാലോ. ആൻഡ് ഇലക്ട്രോൺ ഡിഫിഷൻ ഓക്കെയാണ്. ഹൈബ്രിഡൈസേഷൻ ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. വാട്ട് എ സിമ്പിൾ, പ്രറ്റി സിമ്പിൾ ക്വസ്റ്റ്യൻ. BF3 ആസ് യു നോ sp2 ഹൈബ്രിഡൈസ്ഡ് ഹാവിംഗ് പ്ലാനാർ ജോമെട്രി. ഞാൻ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കാണാനുള്ള ഇക്വേഷൻ ഒന്നും ചെയ്യേണ്ട, കാരണം വളരെ ബേസിക് ആയിട്ട് എക്സാമ്പിൾ പറയുന്ന സാധനമാണിത്. sp2 വിത്ത് 6 ഇലക്ട്രോൺ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ ഡിഫിഷൻ കോമ്പൗണ്ട്. ബോറോൺ ഈസ് സറൗണ്ടഡ് ബൈ 6 ഇലക്ട്രോൺ. കണ്ടാ ഇവിടെ 2 2 2 മൊത്തം 6 ഇലക്ട്രോൺ ആണുള്ളത്. therefore answer is third one. Which one of the following the correct option for right relationship between Cp and Cv? Mayer's formula alle. Cp minus Cv equals R. Again a simple example. Cp plus Cv alla, Cp minus Cv equals R. No explanation is required actually. Among the 66th question, that is among the following alkaline earth metal halides, one which is covalent and soluble in organic solvent is. Actually alkaline earth എന്ന് പറയുമ്പോൾ beryllium is not treated as actually alkaline earth metals. എന്നാലും സെക്കൻഡ് ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I can write beryllium chloride as the right answer. Okay.
Now the next one, an organic compound contains 78% by weight carbon and the remaining percentage of hydrogen. The right option for the empirical formula of this compound is. മക്കളെ ഈ ക്വസ്റ്റൻ നമ്മൾ ഒരുപാട് എക്സാമുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കോമൺ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പല രീതിയിൽ ഇത്തരം ക്വസ്റ്റൻസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ആൻസർ നോട്ട് ആൻ അക്യുറേറ്റ് വാല്യൂ. ഇവർ ഒന്നുകിൽ ഇതൊരു 80 കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു 75 കൊടുക്കണമായിരുന്നു. എനിവേ നമുക്ക് അതിൻ്റെ റഫ് കാൽക്കുലേഷനിൽ എങ്ങോട്ട് എത്താൻ നോക്കുക. 78 എന്നുള്ളത് കാർബണിൻ്റെ വെയിറ്റ് ആണ്. സോ 78/12 ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ കിട്ടും. സിമിലർലി ഹൈഡ്രജൻ്റെ ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ ഹാസ് ഗിവൺ ദ റിമൈനിങ് പാർട്ട് ആസ് ഹൈഡ്രജൻ. 78 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 22 അല്ല ഉണ്ടാവുക, 22/1. സോ ആക്ച്വലി ദിസ് വിൽ ബി അറൗണ്ട് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 3 point something ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി ദിസ് വൺ. മക്കളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര കിട്ടുക? ഇത് 6.5 അല്ലേ കിട്ടുക? ഇത് 6.5 ആണ്, ഇത് 22 ആണ്. അപ്പോൾ നിങ്ങൾ 6.5 ഡിവൈഡ് ബൈ 6.5 സിംപ്ലസ്റ്റ് റേഷ്യോ കാണാൻ 6.5 ഡിവൈഡ് ബൈ 6.5 ചെയ്യണം, ഇവിടെയും ചെയ്യണം. അപ്പോൾ ഇത് 1 കിട്ടി, ഇതൊരു 3.3 ലെവലിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 4 ആക്കാൻ പറ്റില്ല, 3ലേക്ക് തന്നെ റൗണ്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ആൻസർ ക്ലോസ് ടു CH3. ഓക്കെ, ഇനി തിരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതിലിപ്പോൾ CH ഒന്നും ആവില്ല. നിങ്ങൾക്ക് സംശയമുള്ളത് ഇപ്പോൾ CH4 സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. കാർബൺ CH4 എത്ര പെർസെൻറ്റേജ് നോക്ക്? 12/16 × 100. ഇത് എത്ര കിട്ടുക? ഇത് 75 അല്ലേ കിട്ടുക? അല്ലേ, 120 അല്ലേ മക്കളെ? ആണ്. അപ്പോൾ അങ്ങനെയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 80 കിട്ടും. അപ്പോൾ ക്ലോസ് ടു 78 ആയിട്ട് വന്നിട്ടുള്ളത് എക്സാക്റ്റ് ഒരു കറക്റ്റ് വാല്യൂ അല്ല തന്നത്, കുറച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ്. എനിവേ CH3 തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, മൂവിങ് ഓൺ. ദ മേജർ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ ഓഫ് 2-bromopentane ഈസ്. 2-bromopentane എന്ന് പറയുന്നത് ഇതാണല്ലോ മക്കളെ. അതിലേക്ക് നമ്മൾ ഡീഹൈഡ്രോഹാലജനേഷൻ നടത്തി കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു സെയ്ഡ്സഫ് റൂൾ വി ഗെറ്റ് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. ദിസ് പ്രോഡക്റ്റ് ഫോർമേഷൻ ഇസ് ബേസ്ഡ് ഓൺ വിച്ച് റൂൾ? മൂവിങ് ഓൺ. What is the product? IUP is the name of the organic compound formed in the following chemical reaction. Yeah, we have an acetone. Okay, what is the formula of acetone? CH3 CO CH3. Okay, to this Grignard reagent is adding, that is C2H5 MgBr is adding, which one followed by hydrolysis. അപ്പോൾ സിമ്പിളി നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ കാർബണിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഓക്സിജനെ OH മാറ്റുക. കാർബണിലെ ഓക്സിജനെ OH ആക്കുക, കാർബണിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റെ പാർട്ട് കൊടുത്ത് ആഡ് ചെയ്യുക. അതാണ്. അപ്പോൾ ഞാൻ അഡീഷൻ പ്രോഡക്റ്റ് കാണിക്കേണ്ടതുണ്ടോ? ഇരുന്നോട്ടെ, ഇനിയിപ്പോൾ പിന്നീട് നോക്കുമ്പോഴൊക്കെ ഒരു എക്സ്പ്ലനേഷൻ നല്ലതാണ്. CH3C ഇവിടത്തേക്ക് C2H5 വരുന്നു, ഈ CH3 അവിടെ ബ്രാഞ്ചായി നിൽക്കുന്നു, ഇത് OMgBr ആയിട്ട് മാറുന്നു. ലേറ്റർ ഓൺ ബൈ ദ അഡീഷൻ ഓഫ് വാട്ടർ H ഇങ്ങോട്ടും OH ഇങ്ങോട്ട് ആഡ് ചെയ്താൽ അത് OHMgBr ആയി പോകുമ്പോൾ വി ഗെറ്റ് ബാക്ക് ദ പ്രോഡക്റ്റ് ആസ് CH3. ഇങ്ങനത്തെ പ്രോഡക്റ്റ് കിട്ടും. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ച്വലി C2H5 നമ്പറിങ് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 അല്ലേ, മൊത്തം 4 കാർബൺ ഉണ്ട്. പക്ഷേ ബ്രാഞ്ച് ഇവിടുന്ന് അങ്ങോട്ട് ഇടുമ്പോഴായതുകൊണ്ട് തിരിച്ചെണ്ണാം. സോ 1 2 3 4 2-methyl butane 2-ol. Yeah, what is the answer? 2-methyl propane alla, propane 2-methyl butane 2-ol. Fourth one is the right option. Now 70th question. Noble gases are named because of their inertness towards reactivity. Identify an incorrect statement of them. Noble gases are sparingly soluble in water. ശരിയാണല്ലോ. Noble gases have very high melting point. Never. Noble gases are gases. Then how do they have high melting and boiling point? They are gaseous stateൽ നിൽക്കുന്ന ആൾക്കാരാണ്. Therefore this is the right option. Okay, ബാക്കി dispersion force weak ആണ്. Noble gas large positive value of electron gain enthalpy and as they have octet completed configuration and etc. So second one is the right option. Moving on, the pKb of dimethylamine and pKa of acetic acid are 3.27. ഇതാണ് pKb, ഇതാണ് pKa. എപ്പോഴും ഇങ്ങനെ ആ റീഡിങ്ങിന് ജസ്റ്റ് മേലെ താഴെയായിട്ട് എന്താണ് മെൻഷൻ ചെയ്തതെന്ന് കാണിക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. The correct option of pH of dimethyl ammonium acetate. ഇതൊരു വീക്ക് ആസിഡ് വീക്ക് ബേസിൻ്റെതാകുമ്പോൾ pH കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? 7 + ½ × pKa - pKb അല്ലേ? ആണല്ലോ. Then 7 + ½ × what is pKa? 4.77 minus what is 3.27? ഇത് എത്രയാണ്? 1.5 അല്ലേ അത് വരുന്നത്? യാ
1.5 ആണ്. സോ 7 + ½ ഇൻറ്റു 1.5 ഇതിൻ്റെ ഹാഫ് എടുക്കണം 0.75. സോ 7 + 0.75 ഏത് കണ്ണോട്ടെന്ന് പറയാൻ പറ്റൂലേ? അപ്പോൾ 7.75 ആണ് ആൻസർ എന്ന്. സോ തേർഡ് വൺ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. വെരി pretty simple question and direct question. Moving on. The right option for the statement Tyndall effect is exhibited by sodium chloride solution. ഒരു പ്യൂർ ഹോമോജീനിയസ് സൊല്യൂഷൻ എങ്ങനെ Tyndall effect കാണിക്കും? സ്റ്റാർച്ച് സൊല്യൂഷൻ, colloidal solution ആണ് Tyndall effect കാണിക്കുക. Again direct question ആയിരുന്നു. Moving on to next. Statement 1. Acid strength increases in the order given as HF less than, HCl less than, HBr less than HI. Correct ആണല്ലോ? Statement correct ആണ്. As the size of the element fluorine, chlorine, bromine, iodine increases down this group, the bond strength decreases and so the acid strength increases. ശരിയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് ബോണ്ട് സ്ട്രെങ്ത് കുറയും, അപ്പോൾ വേഗം H+ റിലീസ് ആവും. ശരിയാണ്. എഫിനെ സംബന്ധിച്ചിടത്തോളം ബീങ് സ്മോളർ ഇൻ സൈസ്, ദ ബോണ്ട് ലെങ്ത് ഉണ്ടല്ലോ, ബോണ്ട് ലെങ്ത് അത് കുറവാണ്, ബോണ്ട് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് ബോണ്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോണ്ട് എനർജി കൂടുതലാണ്. While moving down the group HI being larger in size, the bond length is greater, therefore bond energy is lesser. അതുകൊണ്ട് ഇത് വേഗം അയോണൈസ് ചെയ്തിട്ട് H++ I- ആകാൻ പറ്റും. ദാറ്റ് മീൻസ് ഈസിലി H+ വിടാൻ പറ്റും. ദിസ് H+ വിടാൻ പറ്റലാണ് അസിഡിറ്റി. Therefore the statement 1 and 2 are correct. Therefore I can write the both statement 1 and 2 are correct. Now ethylene diamine tetraacetate ion is very direct question. No structural return is needed. Very direct question. Exam ethylene diamine is an ethylene diamine tetraacetate tetrail രണ്ടും നാലും ethylene diamine രണ്ടും മൊത്തം hexadentate ആണത്. As it is given here 4 oxygen and 2 nitrogen donor atoms ആണ് ഉള്ളത്. Now choose the correct option for graphical representation of Boyle's law, which shows as graph of pressure versus volume. നമുക്കറിയാം PV equals nRT അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കി മക്കളെ, PV equals a constant എന്ന് എഴുതി കൂടെ. I can write P equals a constant by V or Y equals K by X. ഇത് ഏതിൻ്റെ ഇക്വേഷനാണ് മക്കളെ? ഇതൊരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. ദാറ്റ് മീൻസ് ദ ഗ്രാഫ് ഷുഡ് ബി ലൈക്ക് ദിസ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഗ്രാഫ് ആവില്ല. സോ വി ക്യാൻ ഹാവ് 1 or 4. Either of this can be the answer. Now I am moving to the correct explanation. Listen here carefully. നല്ല ശ്രദ്ധിച്ചോ മക്കളെ, നല്ലോണം ശ്രദ്ധിച്ചോളൂ, നോക്കിക്കോളൂ. ഞാൻ ആ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ ഐ എം ചെക്കിംഗ് വിത്ത് ദിസ് ഗ്രാഫ്. സി ആസ് യു നോ ദാറ്റ് ഞാൻ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ വോളിയം ടെമ്പറേച്ചറും കൂടി വാരി ചെയ്യുന്ന രീതിയും കൂടി മനസ്സിലാക്കാം. PV equals nRT ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വോളിയം ടെമ്പറേച്ചറുള്ള ബന്ധം എന്താ? V equals nRT by V അല്ലേ? ഇത് ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി. നമ്പർ ഓഫ് മോൾസും ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയാം. അഥവാ വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടണം. ഇനി ഒരു കാര്യം ചെയ്യട്ടെ, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വോളിയമാണ്, ഇതിന് ഞാൻ V1 എന്നെടുത്തു. ഇത് പ്രഷറിൻ്റെ മറ്റൊരു കണ്ടീഷനിൽ അത് V2 എന്നെടുത്തു. ഇത് മറ്റൊരു ടെമ്പറേച്ചറാണല്ലോ, അത് ഞാൻ V3 എന്നെടുത്തു. ഇനി നിങ്ങൾ പറയൂ, ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് വോളിയം കൂടുക. അപ്പോൾ ഇതാണ് ഹയസ്റ്റ് വോളിയം എങ്കിൽ ഇതാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ, ഇതാണ് ഹയസ്റ്റ് വോളിയം എങ്കിൽ ഇതാണ് ഹയസ്റ്റ്. കാരണം നമുക്ക് ഇതല്ല ഹയസ്റ്റ് വോളിയം നിൽക്കുന്നത്. ഞാൻ വരച്ചത് കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതാണ് ഇവിടെ. സോ V1 V2 V3 നോക്കും, V3 ആണ് ഹൈ എങ്കിൽ T3 ആയിരിക്കും ഹൈ. സോ ഈ ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം. അപ്പോൾ ഇത് 200 അല്ല വരേണ്ടത്, 600 വരേണ്ടത്. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നോക്കൂ, ഹൈ ഞാൻ കോൺസ്റ്റൻറ്റ് പ്രഷർ കൺസിഡർ ചെയ്തു, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ കൺസിഡർ ചെയ്തു. ആ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹൈ വോളിയം ഉണ്ടാവുക ഹൈ ടെമ്പറേച്ചറുള്ള ആളായിരിക്കും, ലോ വോളിയം ഉണ്ടാവുക ലോ ടെമ്പറേച്ചറുള്ള ആളായിരിക്കും. സോ ലോ ടെമ്പറേച്ചറുള്ള ആൾക്കാർക്കും ലോ വോളിയം ഉണ്ടാവുക അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഞാൻ ഈ ഒരു പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഫോർത്ത് വൺ ഈസ് റൈറ്റ് ഓപ്ഷൻ. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? മൂവിങ് ഓൺ. The structure of the beryllium chloride in solid state and vapor phase are respectively. മക്കളെ ചെയിൻ ആൻഡ് ഡൈമർ ആണ് ഇത്. NCERT ഡയറക്റ്റ് പറഞ്ഞതല്ലേ, ചെയിൻ ആൻഡ് ഡൈമർ റെസ്പെക്റ്റീവ്ലി. സോളിഡ് സ്റ്റേറ്റിൽ ചെയിനും ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിൽ ഡൈമറുമാണ്. Now which one of the following methods can be used to obtain highly pure metal which is liquid at room temperature? മക്കളെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആണെങ്കിൽ അതിന് ഇലക്ട്രോളിസിസും ക്രൊമാറ്റോഗ്രഫിയും നടത്തണ്ടല്ലോ, ഡിസ്റ്റിലേഷൻ ചെയ്താൽ പോരെ. ബോയിൽ ചെയ്തിട്ട് ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് ഉള്ള ഇമ്പ്യൂരിറ്റി താഴെ കിടക്കും, മറ്റാൾ പുറത്തേക്ക് പോരും. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി, എക്സാമ്പിൾ സിങ്ക്, ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിസ്റ്റിൽഡ് ഔട്ട് അല്ലേ. സിങ്ക് വെച്ച് സിങ്ക് കാഡ്മിയം മെർക്കുറി ഒക്കെ ഇങ്ങനെയാണ് വേർതിരിക്കുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് വിച്ച് ഷോസ് മെറ്റാമറിസം ഈസ്. മെറ്റാമറിസം കാണിക്കണമെങ്കിൽ എന്തായാലും
ഇത് പാരാണ് C5H12 ആണ്. ഇത് alkane ആണ്, it cannot. C3H8O can be either, but the problem is 3 കാർബൺ ഉള്ളുവെങ്കിൽ മെറ്റാമർസം കാണിക്കാൻ കഴിയില്ലല്ലോ. ഇത് എങ്ങോട്ടാ മാറി വരിക? ഡബിൾ ഓക്സിജൻ്റെ 2 സൈഡിലുള്ള ഗ്രൂപ്പിന് റീഅറേഞ്ച് ചെയ്തിരിക്കാൻ പറ്റണം, മാറി മാറി കളിക്കാൻ പറ്റണം. C3H6O ഇത് ആൽഡിഹൈഡ് ആണ് ഓർ കീറ്റോൺ ആണ്, അതിന് പറ്റില്ല. C4H10O can be. How can? CH3 CH2O CH2 CH3 ഇത് ഈ ഫോർമുല ഫിറ്റ് ചെയ്യുന്ന ആളാണല്ലോ. It can be like this, CH3O CH3 കണ്ട ഇങ്ങനെ വരാം. These are metamers, so the compound which can show metamerism is 4th one. Now moving to the next question. The correct option for the number of body-centered unit cell in all 14 types of Bravais lattices. As you know that out of 7 unit cells, only few shows more than 2. That is, simple cubicle 3 എണ്ണം കാണിക്കുന്നുണ്ട്, പിന്നെ ആരാ ടെട്രാഗണൽ 2 എണ്ണം കാണിക്കുന്നുണ്ട്, ദെൻ മോണോക്ലിനിക് 2 എണ്ണം കാണിക്കുന്നുണ്ട്, ദെൻ ഓർത്തോറോംബിക് ആണ് 4 എണ്ണം കാണിക്കുന്നത്. ബാക്കിയുള്ള 3 ആൾക്കാരും ഓരോന്ന് വീതമാണ് കാണിക്കുന്നത്. 1 2 3 4 5 6 7 അല്ലേ? ഇത് സമയം നോക്കൂ. 3 2 5 2 7 4 7 4 11 12 14. ഇതാണ് കണക്ക്. അതിൽ സിമ്പിൾ ക്യൂബിക്കിൽ ബോഡി സെൻറ്റേഡ് ഉണ്ട്, ടെട്രാഗണലിൽ ബോഡി സെൻറ്റേഡ് ഉണ്ട്, ഓർത്തോറംബിക്കിൽ ബോഡി സെൻറ്റേഡ് ഉണ്ട്. ഈ 3 എണ്ണത്തിലാണ് ബോഡി സെൻറ്റേഡ് കാണുന്നത്. സോ 4th one is the right option. ഇതിപ്പോൾ നമുക്ക് കുറേയൊക്കെ അറിയാമെങ്കിലും തന്നെ ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടോ? മൂവിങ് ഓൺ. Which one of the following polymer is prepared by addition polymerization? ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ടെട്രാഫ്ലൂറോ ഈഥീൻ അല്ലേ? പോളി ടെട്രാഫ്ലൂറോ ഈഥീനാണ് ടെഫ്ലോൺ. അത് അഡീഷൻ പോളിമറാണ്. എന്നാൽ നൈലോൺ 6 നൈലോൺ എന്ന് പറഞ്ഞാൽ പോളി അമൈഡാണ്. അത് പോളി അമൈഡിൽ പെട്ടതാണ്. ദാറ്റ് ഈസ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്നതാണ്. നോവോലാക്കും അതേപോലെ തന്നെയാണ്. നോവോലാക്ക് എന്താ സാധനം? ഫിനോൾ ഫോർമാൽഡിഹൈഡിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഫോം ചെയ്യുന്നതാണ് അല്ലേ? ദെൻ ഡാക്രോൺ ആണെങ്കിൽ ടെർലീൻ, അത് പോളിസ്റ്റർ ആണ്. അതും എന്താണ്? കണ്ടൻസേഷൻ പോളിമറാണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ടെഫ്ലോൺ. A particular station of All India Radio New Delhi broadcast on a frequency of 1368 kHz. The wavelength of the electromagnetic radiation emitted by the transmitter is. Listen, my dear students, this question is also from NCK. This is from Section of Atom chapter, and this is a question from NCERT. NCERT ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ ശരിക്കും അവരൊരു ചതി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ആൻസർ ഗിവൺ ആർ വെരി ക്ലോസ്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ മക്കളെ. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പിന്നെ നെക്സ്റ്റ് നീറ്റ് അപ്പിയർ ചെയ്യാൻ പോകുന്ന മക്കളോട് പറയാനുള്ളതാണ്, ഓപ്ഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ റൗണ്ടിങ് ഓഫ് ചെയ്യേണ്ടത്. ചില പ്രോബ്ലത്തിൽ നമുക്ക് 40, 60, 80 എന്നൊക്കെ കാണും. സോ യു നീഡ് നോട്ട് ടു സോൾവ് ദ കംപ്ലീറ്റ് വൺ. അപ്പോൾ ഈ റഫ് ചെയ്താൽ തന്നെ കിട്ടും. 40 റേഞ്ചിലുള്ളത് നോക്കിയാൽ മതി. ബട്ട് ഫോർ ദിസ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു കൺസിഡർ ദ ഫ്രാക്ഷൻസ് ആസ് വെൽ. വൈ? ബിറ്റ് ഇറ്റ് ഈസ് ഗിവൻ ആസ് 0.3, 0.2 കണ്ട. അപ്പോൾ നമുക്കത് ആ രീതിയിൽ തന്നെ ചെയ്യണം. the values given, actually what has been asked, the wavelength of the electromagnetic radiation. Wavelength equals C by frequency എന്ന് എഴുതാറ് നമുക്ക് അല്ലേ? ന്യൂ ഈക്വൽ C by lambda ആണെങ്കിൽ lambda equal C by frequency ന്യൂ എന്ന് എഴുതാം. ഓക്കെ ഫൈൻ. Then what is the value of C? 3 × 10⁸ divided by ന്യൂ എത്രയാണ്? ന്യൂ 1368 ആണ്. അതിന് കിലോ ഹെഡ്സ് ആയതുകൊണ്ട് 1368 × 10⁻³ എന്ന് എഴുതി. റൈറ്റ്? ഈ 10⁻³ മേലെ പോയി 10⁵ ആവും. സോ 3/1368 × 10⁵ എന്ന് എഴുതാം. ഇറ്റ് വിൽ ബി ക്ലോസ് ടു, ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വിൽ ബി ക്ലോസ് ടു 219.3 എന്ന ലെവലിലാണ് കിട്ടുക. അത് നിങ്ങൾ കറക്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചാണ് കാൽക്കുലേഷനിൽ പോകേണ്ടതുണ്ട് കേട്ടോ. നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് ദ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഇതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ഒരു മെറ്റൽ വന്നിട്ട് മറ്റൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് നേരെ നോക്കിയാൽ കാണൂലേ? ഇവിടെ വല്ല ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നോക്കി, ഇവിടെ നോൺ മെറ്റലിനെ മെറ്റലിൽ ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ഇവിടെ ആ മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ കണ്ട ക്രോമിയത്തിന് അലൂമിനിയം വന്ന് ഡിസ്പ്ലേസ് ചെയ്തു. The incorrect statement among the following is actinoid contraction is greater for element to element than lanthanoid contraction. ശരിയാണല്ലോ. Most of the trivalent lanthanoid ions are colorless. No, colored in the solid state because of, എന്തുകൊണ്ടാണ് കളേർഡ് ആകുന്നത്? ബിക്കോസ് ഓഫ് ദേ ഹാവ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ലാന്തനൻ 3+ അയോൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദം ഹാവ് അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ FF ട്രാൻസിഷൻ നടക്കുകയും കളർ കാണിക്കുകയും ചെയ്യും. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി ഇൻകറക്റ്റ്.
Lanthanides are good conductors of heat and electricity. ശരിയാണ്. Actinoids are highly reactive metals, especially when finely divided. Perfectly right answer. Dihedral angle of least stable conformer of ethane. Least stable conformer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാ? Least stable conformer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്ലിപ്സ്ഡ് ആണ് അല്ലേ? എക്ലിപ്സിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? എക്ലിപ്സിൻ്റെ പ്രത്യേകത വൺ ബിഹൈൻഡ് ദ അതർ ആണ്. വൺ ബിഹൈൻഡ് ദ അതർ ആകുമ്പോൾ ആംഗിൾ എത്ര 0 ആയിരിക്കും. റൈറ്റ്. Now the 85th question. Match list 1 with list 2. PCl5 ആണ് ഫസ്റ്റ് കാണുന്നത്. വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. ട്രൈഗണൽ ബൈപിരമിഡലാണ്. നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പിന്നെ 4 നോക്കിയാൽ മതിയോ. 4 BF3 ആണ് ട്രൈഗണൽ പ്ലാനാർ. അപ്പോൾ നോക്ക് A4 D1 അല്ല D2 A4 D2 A4 D2 ഇതന്നെ ശരിയാണ്. A4 D1 കണ്ട A4 നോക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് രണ്ടും തെറ്റാണെന്ന് മനസ്സിലായി. ഇനി A4ൽ D1ൽ രണ്ടുണ്ടെങ്കിൽ മാത്രം ബാക്കി ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ A4 D1 എന്നുള്ളത് ഇത് മാത്രമേ D2 ആണ് വരേണ്ടത് അല്ലേ? D2 ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിയും സിയും അറിയാതെ തന്നെ എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, ഇനി ബിയും സി നിങ്ങൾ നോക്കിയാൽ മതി. ദാറ്റ് വിൽ ബി ഓൾ റൈറ്റ്. നൗ sodium carboxylate ആണല്ലോ. We have been obtained as alkane, so it must be decarboxylation reaction. So this is the decarboxylating agent called soda lime. You all are very familiar with this reagent, soda lime. This is nothing but NaOH and CaO, calcium oxide ആണ്. So third one is the right option. Are you clear, my dear students? Now next, the intermediate compound X in the following chemical reaction. See, ഞാനത് കൃത്യമായിട്ട് പറയാറുണ്ട്. CrO2 Cl2 എന്നുള്ളത് സൈഡിൽ ഷഫിൾ ചെയ്ത് എഴുതിയാൽ മതി എന്ന് കണ്ട. CrO2 Cl2 ഒരു ഹൈഡ്രജൻ അതിനുള്ളിൽ ചേർക്കും ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ബാക്കിയുള്ള കൺഫ്യൂഷൻ ഒന്നും വല്ലാതെ ഇല്ല. ശരിക്കും ഈ H മാറ്റിയിട്ട് H ഇടാതെ Cl2 ഉള്ളത് ഒരു Cl ഇട്ടിട്ട് ഒരു O ഇട്ടിട്ടൊക്കെ കൺഫ്യൂഷൻ ആക്കായിരുന്നു. അപ്പോൾ Cr എന്നുള്ളത് കാണുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാകും. ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി റീ-റിപ്പീറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ +2 ക്രാഷിലുണ്ടായിരുന്ന കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഈ CrO2 Cl2 ഇതിനുള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുണ്ട്. ദാറ്റ്സ് ഓൾ. ഷഫിൾ ചെയ്ത് എഴുതിയതാണ് കണ്ട. CrO2 Cl2 അതിൻ്റെ ഉള്ളിലേക്ക് ഒരു H വന്നു. ഇവിടെ 2 H നിന്നും ഒരു H പുറത്തേക്ക് ഇട്ടിട്ട് ബാക്കി 2 H ഇതിനുള്ളിലാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് 2 മോളിക്യൂൾ ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ദ റിയാക്ഷൻ ഈസ് കോൾഡ് ഈറ്റാർ റിയാക്ഷൻ ആൻഡ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ആൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്. Now moving to next. Match list 1 with list 2. 2SO2 plus O2 gives 2SO3. ഇത് ശരിക്ക് ആസിഡ് റെയിൻ്റെ പാർട്ടാണ്. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നിലും ഞാൻ അവിടെ നിൽക്കട്ടെ. HOCl gives OH ഫ്രീ റാഡിക്കൽ പ്ലസ് Cl. ഇതെന്തായാലും ഓസോൺ ഡിപ്ലീഷനാണ്. നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ ഓവർ അന്റാർട്ടിക്ക പറഞ്ഞതിൽ കാര്യമായിട്ട് പങ്കെടുത്തത് ഈ ടൈപ്പ് ഓഫ് ക്ലീവേജ് ആണ്. കാൽഷ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് കാൽഷ്യം സൾഫേറ്റ് ആകുന്ന താജ്മഹൽ കേടെടുത്ത റിയാക്ഷൻ അല്ലേ? ദിസ് ഇസ് ഡ്യൂ ടു ആസിഡ്. അപ്പോൾ ഒരു കാര്യം B3C1 ഇവിടെ ഉണ്ട്, C4 ആണ്. B3 ഇവിടെ ഉണ്ട്, C1. സോ ഇത് രണ്ടും ശരിയായി. ഈ ഓപ്ഷൻ തന്നെ ഉള്ളൂ. അതിൽ D നോക്കൂ, D 2 ആയിരിക്കും. D എന്ന് പറയുന്നത് സ്മോഗാണ്. ഇത് ഫോട്ടോ കെമിക്കൽ സ്മോഗാണ് അല്ലേ? ഫോട്ടോ കെമിക്കൽ സ്മോഗാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു അർത്ഥത്തിൽ വേണമെങ്കിൽ ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയാം. അപ്പോൾ A 2 ആവാൻ ചാൻസ് ഉണ്ട്, D 2 ആവാൻ ചാൻസ് ഉണ്ട് കണ്ട. അപ്പോൾ അതാണ് വിഷയം വരുന്നത്. അതോടൊപ്പം ഇതും തന്നെ ഇതൊക്കെ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ തന്നെയാണ്. ഇതൊക്കെ ഈ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷനിലേക്ക് ഇവരെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ആക്ച്വലി. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ അതിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള കണക്ട് ചെയ്താൽ മതി. ആസ് പെർ ദ ഇക്വേഷൻ A is 4 is given. A ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷനാണ്, റൈറ്റ് ആണ്. D is given as 2 സ്മോഗാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മൂവിങ് ഓൺ. Match the list 1 with the list 2 again. Very interesting and simple question. We are very familiar with this reaction, that is Gattermann-Koch reaction. Direct ആണ്. ഇനി D നോക്കിയാൽ മതി കണ്ട. Hell-Wohl-Had Zelinsky or H-Weiser reaction. A2D1 A2 തുടങ്ങുന്ന ഒന്നേ ഉള്ളൂ. Why do worry? A2D1 വേറെ ഒന്നും നോക്കേണ്ടതില്ല. നമുക്കറിയാം ഇതേതാണ്. ഇത് ഹാലോഫോം റിയാക്ഷൻ ആണ്. ഇത് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. Where is that option? Esterification. Now next question. Match list 1. ഇപ്പോൾ ഈ എക്സാമിന് ശ്രദ്ധിച്ചൊരു കാര്യം, മാച്ച് ദ ഫോളോയിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ. രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ ബയോളജിയിലാണെങ്കിലും അസേർഷൻ റീസൺ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ള രീതിയിൽ മറ്റൊരു രീതിയിൽ അസേർഷൻ റീസൺ തന്നെയാണ്. സോ നെക്സ്റ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. Match the list 1 with the list 2 again.
Yeah, magnetic moment വെച്ചിട്ടാണ് question വന്നിട്ടുള്ളത്. As you know that number of unpaired electron increases, magnetic moment increases. Actually magnetic moment കാണാനുള്ള equation ഒക്കെ root of n into n plus 2 അല്ലേ, that is spin only formula. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. If we have 2 unpaired electron, then magnetic moment will be 2.9. 4 ആണോ number of unpaired electron എങ്കിൽ 4.9. 5 unpaired electron ഉണ്ടെങ്കിൽ 5.9 ആയിരിക്കും magnetic moment. ഇത് ഡി ബ്ലോക്കിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിലും കോർഡിനേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ലിഗാൻഡിൻ്റെ ഇൻഫ്ലുവൻസും കൂടി വെച്ചിട്ട് വേണം നോക്കാൻ. നമുക്കറിയാം CN എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് അയണിൻ്റെ ഇലക്ട്രോണിനെ പെയർ ചെയ്യും. അപ്പോൾ ഇത് Fe3- ഉള്ളതുകൊണ്ട് Fe3+ ആണ് ഇവിടെ. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ +6 ആണ്, അല്ല +3 ആണ്. എങ്കിൽ 4s2 3d6 എന്നുള്ളത് 4s0 3d5 എന്ന് പറയാം. 3d5 എന്ന് പറയാം. ഇപ്പോൾ 3d5 എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, അത് ഇങ്ങനെ 5 ഇലക്ട്രോണ് 1 2 3 4 5 ഇലക്ട്രോണിലും CN കൂടെ ഉണ്ടായതുകൊണ്ട് ഇത് പെയർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. ഓൺലി 1 ഇലക്ട്രോൺ വിൽ ബി ഫ്രീ ദർ. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് വിൽ ബി 1 point something. അപ്പോൾ ഈ A 4ലേക്കാണ് കണക്റ്റ് ആകുന്നത്. നൗ സെക്കൻഡ് വൺ Fe2O 6 times 3+. ഇത് ഞാൻ സെക്കൻഡ് വൺ ചെയ്യുന്നത് ഞാൻ ഫോർത്ത് വൺ ചെയ്യാൻ പോവാണ്. ഫോർത്ത് വൺ അതും സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡിലേക്ക് നോക്കിയാൽ മതി. എഗൈൻ ഇവിടെ Fe2+ ആണ്. വാട്ടർ എന്താണ് ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ Fe2+ ആണ്. ആൻഡ് മോർ ഓവർ വാട്ടർ സാധാരണ രീതിയിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്, പെയറിങ് ചെയ്യില്ല. Fe2+ എന്ന് പറയുമ്പോൾ ഇവിടെ 4s, Fe2+ എന്ന് പറയുമ്പോൾ 4s0 3d6 ആണ് വരിക. 4s0 3d6 വിത്തൗട്ട് പെയറിങ് അല്ലേ. സോ 1 2 3 4 5 ഇപ്പോൾ 1 2 3 4 5 ഒരെണ്ണം മാത്രം പെയർ ചെയ്യും. 4 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. സോ 4 point something must be the one answer. സോ ഇത് രണ്ടിലാണ് വരാം. അപ്പോൾ ഡി നോക്കൂ, A4D3 അടാ A4D3 കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി A4D3 അതും D3 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, നോക്കിക്കോ, നല്ല നോക്കിക്കോ. ഇവിടെ A4 ആണ്, D3 ആണ്, D3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിലത്തെ ആൻസർ നോക്കുക. ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ ഇത് നോക്കാൻ പോവാണ്. രണ്ടാമത് ബി സെയിം ആയിട്ട് വന്നിട്ടുണ്ടാവില്ല എന്തായാലും. ബി ഇവിടെയും Fe3+ ആണ്. Fe3+ എന്ന് പറയുമ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺ, 6 5 ആവുമല്ലോ. അപ്പോൾ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക. മാക്സിമം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ 5 ആണ് അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിൽ 5.9, 4 ആണ് അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിൽ 4.9, 3 ആണ് അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിൽ 3.9 അറൗണ്ട്, 1 ആണ് അൺപെയ്ഡ് എങ്കിൽ 1.9 അടുത്ത്, ദാറ്റ് ഈസ് 1.73. ഓക്കെ, സോ ഇവിടെ എത്തിയത് നമ്മൾ ഇങ്ങോട്ടാണ്. അപ്പോൾ നോക്കിക്കോ, B1 A4B1. അപ്പോൾ ഇതാണ് ആൻസർ. ഫോർത്ത് വൺ ആണ് റൈറ്റ് ആൻസർ. റൈറ്റ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദീസ്. മൂവിങ്, the reagent are in the given sequence of chemical reaction is. This is tribromoaniline reaction, that is diazotasis നടത്തി കഴിയുമ്പോൾ ഡയസോണിയം സോൾട്ട് ഉണ്ടാകുന്നു. ഡയസോണിയം സോൾട്ട് ഒന്ന് റിമൂവ് ചെയ്യാൻ എന്താണ് കണ്ട, ഈ ഡയസോട്ടൈസ്ഡ് ദാറ്റ് ഈസ് ഡയസോണിയം ക്ലോറൈഡിൻ്റെ ആ പാർട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ മാത്രം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ആ പാർട്ട് റിമൂവ് ആയി പോകുന്നു. വാട്ടർ ആഡ് ചെയ്താൽ ആ പാർട്ട് ആൽക്കഹോൾ ആവുള്ളൂ. എത്തനോൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ട ഫോസ്ഫീനിക് ആസിഡ് ആഡ് ചെയ്യും അല്ലേ, ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് ആഡ് ചെയ്യാം, അപ്പോഴും നമുക്കിത് കിട്ടും. സോ സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ഓപ്ഷൻ. NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിൽ തന്നെ സോൾവ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നൗ ദ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ഈസ്. സോഡിയം ബോറോഹൈഡ്രേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വീക്ക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. കീറ്റോണിനെയും ആൽഡിഹൈഡിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ എസ്റ്ററിനെയും ആസിഡിനെയൊന്നും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക്. സോ എസ്റ്റർ കേടുകൂടാതെ ഈ കീറ്റോൺ സെക്കൻഡറി ആൽക്കഹോൾ ആയിട്ട് മാറണം. റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ഗീവ്സ് പ്രൈമറി ആൽക്കഹോൾ, കീറ്റോൺ ഗീവ്സ് സെക്കൻഡറി ആൽക്കഹോൾ. അപ്പോൾ ഇത് സെക്കൻഡറി ആൽക്കഹോൾ ആവുകയും ഇതിന് കേടില്ലാതെ നിൽക്കണം. ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ സെക്കൻഡറി ആയിട്ട് മാറിയിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. സോ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. ഇവിടെ കീറ്റോൺ മാറിയിട്ടില്ല, ഇവിടെ കീറ്റോൺ മാറിയിട്ടുണ്ട്, ഇവിടെയും മാറിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് ആൻസർ. ഫോർത്ത് വൺ ഈസ് റൈറ്റ് ഓപ്ഷൻ, കാരണം എസ്റ്റർ കേടില്ല, കീറ്റോൺ ആൽക്കഹോൾ ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ നമ്മൾ ഉപയോഗിച്ചത് സോഡിയം ബോറോഹൈഡ്രേറ്റിന് പകരം ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആണെങ്കിൽ ഇവിടെ മുറിഞ്ഞിട്ട് ഇതും അതും സെപ്പറേറ്റ് ആൽക്കഹോൾ ആയിട്ടുണ്ടാവും. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുമില്ല. ആണെങ്കിൽ CH3 CH2 വായിച്ച് ഇത് പറയാമായിരുന്നു. അപ്പോൾ ഇവിടെയും മാറണം. കണ്ട, ഇത് സോഡിയം ബോറോഹൈഡ്രേറ്റ് ആയ ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആയിരുന്നുവെങ്കിൽ എന്തായേനെ നോക്കിക്കോളൂ. ആ പാർട്ട് ആൽക്കഹോളായിട്ട് അങ്ങനെ നിൽക്കും. ഇത് CH3, ദിസ് വിൽ ബി ഒബ്റ്റൈൻഡ് ആസ് CH3 CH2COH CH2OH പ്ലസ് എന്തായിട്ട് മാറും, CH3OH ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഫ്രം ദ ഫോളോയിങ് പെയർസ് ഓഫ് അയോൺസ് വിച്ച് വൺ വാസ് നോട്ട് ആസ് ഐസോ ഇലക്ട്രോണിക്. ഇതിനകത്ത് 10 ഇലക്ട്രോണാണ്, ഇതിനകത്ത് 10 ഇലക്ട്രോണാണ്, ശരിയാണ്. Na+Mg2+, ശരിയാണ്. Mn2+Fe3+, ശരിയാണ്.
Fe2 plus Mn2 plus. രണ്ട് മെറ്റൽ അയോണുകൾ ഒരേ ചാർജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്പർ ഓഫ് ഇലക്ട്രോൺ സെയിം ആവുക? ഒരിക്കലില്ലല്ലോ. സോ ശരിയാണെന്നുള്ളതല്ലല്ലോ ആൻസർ അല്ലേ? ഇതാണ് ശരിയായ ആൻസർ. ഫോർത്ത് വൺ. The molar conductivity of 0.007 molar acetic acid is 20 Siemens centimeter square mole inverse. And what is the dissociation constant of acetic acid? Choose the correct option. As you know, Ka has been asked as Ka equals C alpha square. So alpha is not given. കുറച്ചെങ്കിലും നല്ലത് എന്ന് പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ. ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ബൈ ലാംഡ 0 എന്ന് പറയാം അല്ലേ? ഓക്കെ. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അറ്റ് ഇൻഫിനൈറ്റ് വാല്യൂ പിന്നെ ഇത് തന്നിട്ടുണ്ട് അല്ലേ? ലാംഡ 0 തന്നിട്ടുണ്ട്. ഇത് എത്ര സം ചെയ്താൽ പോരെ? ലാംഡ 0 ഈസ് ഗിവൺ ഈക്വൽസ് ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ 400 കിട്ടും. സോ 400 ലാംഡ എത്ര തന്നിട്ടുണ്ട്? 20 തന്നിട്ടുണ്ട്. സോ 20 by 400 that is 1 by 20 that is 0.05 തന്നിട്ടുണ്ട്. ആൽഫ തന്നിട്ടുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. Ka ഈക്വൽസ് സി എത്രയാണ്? 0.007 ഇൻറ്റു ആൽഫ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, 5 × 10⁻² എന്ന് എഴുതി അല്ലേ? ഇതിനെ ഞാനൊരു കാര്യം ചെയ്യണം, 7 × 10⁻³ എന്ന് എഴുതി ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25. ഇതിൻ്റെ സ്ക്വയർ എടുക്കണ്ടേ? സി ആൽഫ സ്ക്വയർ അല്ലേ? 10⁻²ൻ്റെ 10⁻⁴ ആകും. ഈ മൈനസും മൈനസും ചേർന്ന 10⁻7 ആയി. 7 × 25 എത്രയാ? 400 175 175 × 10⁻7 ഉണ്ടോ ആൻസർ? ഇല്ല. 175 × 10⁻, ഞാൻ 1.7 in 5 × 10⁻5 കാണണം. അങ്ങനെയാണെങ്കിൽ 1.75 × 10⁻5. This is the right option. Why? Just a mathematical rearrangement. Okay, moving to next question. Choose the correct option for the total pressure in a mixture of 4 gram oxygen and 2 gram hydrogen confined in a total volume of 1 liter at 0 degrees Celsius. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാല്യൂ ഒക്കെ തന്നിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് പ്രഷർ അല്ലേ? പ്രഷർ PT ഈക്വൽസ് PV ഈക്വൽസ് NRT അല്ലേ? PV ഈക്വൽസ് NRT ആണ്. അതുകൊണ്ട് P total ഈക്വൽസ് PO2 plus P ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ PO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NO2RT/V ആസ് ഫ്രം PV ഈക്വൽസ് NRTയിൽ P ഈക്വൽസ് NRT/V എന്ന് എഴുതാമല്ലോ. അപ്പോൾ RTയും Vയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് N മാത്രം വാരി ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. P total ഈക്വൽസ് NO2 plus NH2RT/V എന്ന് എഴുതിയാൽ മതി. എത്രയാണ്? NO2 എന്ന് പറയുന്നത് 4/32 പ്ലസ് 2/2 ദാറ്റ് ഈസ് 1. അപ്പോൾ എന്താ കിട്ടുക? 4/32 എന്ന് പറയുമ്പോൾ 1/8 അല്ലേ കിട്ടുക? 1/8 എന്ന് പറഞ്ഞാൽ 0.025 0.125. സോ 0.125 പ്ലസ് 1.125 ആണ് ഇത് കിട്ടുക. ഇൻറ്റു RT/V വോളിയം എന്നുള്ളത് 1 ലിറ്റർ ആണ്. നിങ്ങൾക്കറിയാലോ ഇത് 0.0821 ഇൻറ്റു ടെമ്പറേച്ചർ 273 ആണ്. എന്ന് പറഞ്ഞാൽ STP കണ്ടീഷനാണിത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ 1 ആണെങ്കിൽ ഈ വാല്യൂ കിട്ടുക 22.4 ആണ്. സോ 1.125 ഇൻറ്റു 22.4 എന്ന് എഴുതാം. സോ ദ സോൾവിങ് ദിസ് യു വിൽ ഗെറ്റ് 25.18 ആസ് ദ റൈറ്റ് ഓപ്ഷൻ. 25.18 റൈറ്റ് ഓപ്ഷനായിട്ട് കിട്ടും കേട്ടോ മക്കളെ. ചെയ്ത് നോക്കിയാൽ മതി. നൗ മൂവിങ് the correct option for the value of vapor pressure of a solution at 45 degrees Celsius with the benzene to octane in molar ratio 3:2. Well, we have a solution containing what? We have a solution containing benzene and octane. ഇതിനകത്ത് ബെൻസീനും ഉണ്ട് ഒക്ടേനും ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് അതിലുള്ള ബെൻസീൻ്റെ മോള് 3 ആണെങ്കിൽ ഇതിൻ്റെത് 2 ആണ്, റേഷ്യോ ഒന്നുണ്ടല്ലോ. എങ്കിൽ വാട്ട് കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ വാല്യൂ ഓഫ് വേപ്പർ പ്രഷർ? ഇതിൻ്റെ ഇവിടുത്തെ പ്രഷർ എത്രയാണ്? P ഓഫ് സൊല്യൂഷൻ എത്രയാണെന്ന് എവ്രിബഡി നോ ദാറ്റ് ആസ് പെർ റോൾസ് ലോ. P0A കൈ A പ്ലസ് P0B കൈ B. Yeah, what is P0A?
P0 here is given here. Benzene ആണെങ്കിൽ 280. So I can write it as 280 into കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ്റെ മോളാണ്. ദാറ്റ് ഈസ് 3/3+2. നോക്കൂ, കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഒരാൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എല്ലാവരും അല്ലേ. സോ കൈ എ ആണെങ്കിൽ ഇങ്ങനെ. സോ കൈ എ എന്ന് പറഞ്ഞാൽ ബെൻസീനാണ്. സോ 3/3+2 ദാറ്റ് ഈസ് 5 പ്ലസ് P0B എത്രയാണ് 420. വാവ്, 420 ഇൻറ്റു കൈ ബി എത്രയായിരിക്കും? അപ്പോൾ 2/5 ആയിരിക്കും. റൈറ്റ്, 280. This will be 0.6 അല്ലേ. 280 into 0.6 plus 420 into 20/0.4 അല്ലേ വരിക? അതാണ് വരിക. ഇതിപ്പോൾ എത്രയാണ്? ഞാൻ ഒരു കാര്യം 28 into 6 ഇതാ പോലെ 28 into 6 plus 42 into 4 എത്രയത്? ഐ തിങ്ക് 648. യെസ്, 168. 4 × 8 16. ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. 8 16 336. റൈറ്റ് ഓപ്ഷൻ ഈസ് തേർഡ് വൺ. കിട്ടിയ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിരുന്നില്ലേ? കിട്ടുന്നതല്ലേ? ബോർഡ് എക്സാം ടൈപ്പ് അല്ലേ? എന്തെളുപ്പാണല്ലേ. Now the 97th question. For irreversible expansion of an ideal gas under isothermal condition, the correct option is isothermal എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡെൽറ്റ യു 0 ആണെന്ന് പറയാം. സോ ഇതും ഉത്തരം വരില്ല. 1 or 3 ആണ് ഉത്തരം വരിക. ഇനി എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി there will be some entropy change, therefore delta is total not equal to 0. This is delta S total not equal to 0. Therefore, third one is the right option. Okay. Next. Which of the following molecule in non-polar nature? POCl3 polar ആണ് അല്ലേ. ഫോസ്ഫോറിൽ ക്ലോറൈഡ് പോളാർ ആണ്. CH2 എന്ന ഫോർമാൽഡിഹൈഡ് ആണ്, ഡെഫിനറ്റ്ലി പോളാർ ആണ്. SbCl5 ട്രയാഗണൽ പിരമിഡൽ, ദാറ്റ് ഈസ് ഇവിടെ SbT കണ്ട Cl ഇതിവിടെ ക്യാൻസലായി, ഇതിങ്ങനെയും ക്യാൻസലായി. സോ ദിസ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ, നോൺ പോളാർ. ബാക്കിയൊക്കെ പോളാറാണ്. In which one of the following arrangements the given sequence is not strictly according to the properties indicated against it? എന്താ മനസ്സിലായത്? കുറേ പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, എന്നിട്ട് ഓർഡർ തന്നിട്ടുണ്ട്. ഏതാണ് ശരിയല്ലാതെ കൊടുത്തിരിക്കുന്നത് എന്നാണ്. റൈറ്റ്. ഡൗൺ ദ ഗ്രൂപ്പ് അസിഡിറ്റി ഇൻക്രീസസ്, ശരിയാണ്. Down the group again acidity increases, pKa increases alla. Down the group Ka increases, pKa decreases. So this statement is wrong. So that is the right answer. Down the group acidity കൂടും എന്ന് പറഞ്ഞാൽ Ka കൂടും. Ka കൂടുമ്പോൾ pKa കുറയില്ലേ? എന്താ pKa? നെഗറ്റീവ് ലോഗരിതം ഓഫ് K ആണ്, മൈനസ് ലോഗ് K ആണ് pKa. അപ്പോൾ തിരിച്ചാണ് വരിക. ഡൗൺ ദ ഗ്രൂപ്പ് pKa increases അല്ല, pKa decreases ആണ്. സോ ദിസ് ഇസ് ദ റോങ് ആൻസർ, റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് അതാണ് റൈറ്റ് ആൻസർ. ഡൗൺ ദ ഗ്രൂപ്പ് അഗെയിൻ ഇൻക്രീസിങ് ആസിഡ് സ്ട്രെങ്ത്, ശരിയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് ഹൈഡ്രേറ്റ്സിൻ്റെ ആസിഡ് സ്ട്രെങ്ത് കൂടുമല്ലോ. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഇസ് ഇൻക്രീസിങ് ഓക്സിഡൈസിങ് പവർ. PbO2 ഡൗൺ, PbO2 +4 ഓക്സിജൻ സ്റ്റേറ്റിലാണ് സ്റ്റേബിൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് that will try to become Pb2+ by എന്താ പറയുക, ഓക്സിഡൈസിങ് സം അതേഴ്സ്. അതുകൊണ്ട് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. സോ ആ ഓർഡർ കറക്റ്റ് ആയിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് NEET 2021 examination, the slope of Arrhenius plot log K versus 1/T of first order reaction is -5 × 10⁻³ Kelvin. ഈ മൈനസ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ടാണ്, അല്ലാതെ അതിൽ വലിയ ആനക്കാരില്ല. The value of EA of the reaction is, choose the correct option of your answer. ആയിക്കോട്ടെ, കുഴപ്പമില്ല. See, what is the Arrhenius equation? Arrhenius equation equals K equals A e⁻ Taking log, I can write log K equals log A minus EA/RT, or Y equals C plus MX അല്ലേ. ഞാൻ Y equals C plus MX എന്ന് പറയുമ്പോൾ C എന്ന് പറയുന്നത് ഇതാണ്, MX X എന്ന് പറയുന്നത് 1/T ആണ്. സോ M ആണ് സ്ലോപ്പ്. ഈ സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് EA/R ആണ്. സോ നത്തിങ് ബട്ട് സ്ലോപ്പ് ഈക്വൽസ് EA/R ആണ്. ഈക്വൽസ് എത്ര തന്നിട്ടുണ്ട്? 5 × 10⁻³ എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ കാണാൻ ചോദിച്ചിട്ടുള്ളത് E ആണ്. ഇത് ഏത് പൊട്ടന് ചെയ്യൂടെ? EA ഈക്വൽസ് R × 5 × 10⁻³. വാട്ട് ഈസ് R? ആറിൻ്റെ വാല്യൂ ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഇത്രയൊന്നും സിമ്പിളാക്കാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് എനിക്ക്. 5 × 10⁻³. സോ ദ ആൻസർ ക്ലോസ് ടു ഇത് 8 5 8 40 40 ഒരു റേഞ്ചിൽ ഉത്തരം വരണം. ഫസ്റ്റ് തന്നെ എടുക്കുന്നത്. ഇനി എന്താ ചിന്തിക്കാനുള്ളത്? ഒന്നും ആലോചിക്കാനില്ല, ഡയറക്റ്റ് ആൻസറാണ് അല്ലേ.
8.314. ഇതിപ്പോൾ ജൂളിലായതുകൊണ്ടാണ് 10⁻³ വന്ന് കിലോ ജൂളിലേക്ക് വരുമ്പോൾ അയാളും പോയി. സോ 41.5 kilo joule per mole, and that is the right answer, and that is the end of this question. So മക്കളെ, that was a nice questions from 2021 NEET chemistry questions. ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ആയിരുന്നു. അതിൽ കുറച്ചെങ്കിലും ഒരു പ്രശ്നം തോന്നിയത് ബെറിലിയം ക്ലോറൈഡ് ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ല എന്ന് NCERT പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു വാല്യൂ വെരി ക്ലോസ് ആയിട്ടുള്ള റീഡിങ് കൊടുത്തു. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ആ ലാംഡ കണ്ട ക്വസ്റ്റ്യൻ, വേറെ എല്ലാ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടുവല്ലോ. ഞാൻ ആൻസർ ചെയ്തപ്പോൾ ടിക്കറ്റ് മാറിയിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഐ മീൻ എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ വർഷം നീറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ, ഐ മീൻ 2022 നീറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതല്ലെങ്കിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കോൺടാക്റ്റ് ചെയ്യാനുള്ളത്. സോ മക്കളെ, നമ്മുടെ സിസ്റ്റം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ, നമ്മൾ ഡെയിലി അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന വളരെ എന്താ പറയുക ഒരു യുണീക്കായിട്ടുള്ളൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ക്ലാസ് എടുത്തതിൻ്റെ ആസ്പദമാക്കിയിട്ട് എല്ലാ ദിവസവും തുടക്കത്തിൽ ഒരു 25 to 30 ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് നടത്തും. എല്ലാ ദിവസവും നടത്തും. അതൊക്കെ ഭയങ്കരമായ ഇമ്പാക്റ്റാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം പുറത്തു വിടാൻ പറ്റാത്ത കുറേ ട്രിക്കുകൾ നമ്മൾ കുട്ടികളെ ചെയ്യിക്കുന്നുണ്ട്. സോ കം ആൻഡ് വിൻ ആൻഡ് ബി എ പാർട്ട് ഓഫ് ദ വിന്നേഴ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ ഹാപ്പി, ഡു ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. Hello my dear friends, a warm welcome to the discussion session. Yes, we are here to discuss the NEET 2021 botany questions. Okay, and I hope the exam was nice for you. And today right now we are discussing the booklet number M5. The booklet M5. Okay. Yes. Listen to the questions, please. The very first question. Mutations in plant cells can be induced by. The question is from the chapter Strategies for the Enhancement in Food Production. Options are here: kinetin, infrared rays, gamma rays, and zeatin. Actually, the mutations in plants is induced by the gamma rays. A straight question from the chapter Strategies. In order to get disease-resistant plants, there are two methods like conventional breeding and mutation breeding. In plants, the mutation is induced by gamma rays. So, based on this booklet M5, the right option is option 3. Okay, here comes the second question, 102. Question number 102. Match the list 1 with list 2. Cells with active cell division. Of course, the cells with active cell division called meristematic cells, right? Tissue having all cells similar in structure and function said to be simple tissues, right? Like parenchyma, collenchyma, and sclerenchyma. Tissue having different types of cells called complex tissues. Example, the vascular tissues like xylem and phloem. Dead cells with highly thickened walls and narrow lumen, the sclerids. The spherical or oval shaped sclerenchyma. So A should be connected with the 2. Yes. Yeah, option 1 itself, right? B with a 4. Yes. C with a 1 and D with a 3. Option 1 itself is the right answer. Okay. Here comes the next question, question number 103, based on the booklet number M5. Which of the following is the correct sequence of steps in a PCR, the polymerase chain reaction? As you know, the sequence is DNA denaturation, primer annealing, and primer extension.
denaturation, annealing, and extension. This option 1 itself is the right answer. Moving on to the question number 104. Again, match the following type of question. Lenticels, yes, lenticels are in connection with the exchange of gases. Lenticels are meant for gaseous exchange. Cork cambium is the phellogen. Secondary cortex is the phelloderm. And cork is the phellum. The cells are coated with the suberin deposition. Okay, so lenticel A should be connected with a 3. Such an option is here. A with a 3, B with a 1, C with a 4, and D with a 2. Yeah, the option 2 itself is the right answer. Shall we move on to the next question? Okay, here comes a question. Actually, it's the central dogma coming under zoology, but we can deal it, right? DNA can reproduce through a process. Yeah, the DNA mediated DNA synthesis is A. That is a replication. And by a process, the DNA mediated mRNA synthesis takes place is B. That is transcription. And from the mRNA, a process that leads to the product, the process is C. That is translation. And the product is D, that is protein. Thereby, the first option itself is the right answer. The DNA-mediated DNA synthesis is replication. The DNA-mediated RNA synthesis is transcription. RNA-mediated production is, the process is called the translation and the product is protein. Thereby, option 1 itself is the right answer. Okay, shall we move on to the next question? Question number 106 based on the booklet number M5. The term used for transfer of pollen grains from anthers of one plant to stigma of a different plant, which during pollination brings genetically different types of pollen grains to stigma is. So, a pollination between two different plants is listed here. Okay, pollination between two different plants is listed here. That means the pollen grains are transferring from anther to stigma of a different plant. This is called either allogamy or xenogamy. Allogamy or xenogamy. Here the option is xenogamy. Geitonogamy is the transfer of pollen grains between two flowers of the same plant. Chasmogamy is a type of flower which is open at maturity due to anthers with exposed anther and stigma. Cleistogamy is the type of flower, a kind of flower where the flower is always closed even after maturity, thus enormously autogamous. Anyway, transfer of pollen grains from anther to stigma of a different plant that leads to genetic variation at the maximum is xenogamy, otherwise called allogamy, right? Question number 107 is here. Yeah. DNA strands on a gel stained with Ethereum bromide when viewed under UV radiation appear as chapter Biotechnology Principles and Processes, and the topic gel electrophoresis, where after the sieving of DNA fragments, the DNA can be visualized by staining it with Ethereum bromide and looking under UV microscope, UV light, where DNA are seen as bright orange bands. Again, a straight question from NCERT itself. Bright orange bands. Option 2 is the right answer. Yes. Question number 108. Which of the following is an incorrect statement? Incorrect one should be chosen. Okay. Mature sieve tube elements possess a conspicuous nucleus and usual cytoplasmic organelles. That is paka wrong. Because just like our own RBC, the sieve tube elements are enucleated at maturity with the peripheral cytoplasm and a large central vacuole. That is the truth, right? So here the statement 1 is wrong. Microbodies are present both in plant and animal cells. Yeah, for example, peroxisomes are present in liver cells in animals and leaf cells in plants for photorespiration. So this is right. The perinuclear space forms a barrier between the materials present inside the nucleus and that of the cytoplasm. Again, true.
Alright, perinuclear space is a space in between two nuclear membranes acting as a barrier in between the cytoplasm and nuclear plasm. Nuclear pores act as passages for proteins and RNA molecules in both directions between nucleus and cytoplasm is again right. So the incorrect statement is option 1 alone. 1 is the answer meant for the question number 108. Question number 109 is waiting for you. In spite of interspecific competition in nature, which mechanism the competing species might have evolved for their survival? Options are resource partitioning, competitive release, mutualism, and predation. Predation is not associated with competition. Predation is a kind of a food habit, right? Mutualism where both the members living together, right? And competitive release where one member is suppressed in the presence of a dominant category. So the real answer meant for this question is resource partitioning. Okay, the most accepted modern view of competition, where the competition that leads to competing species tries to coexist together, right? They coexist through resource partitioning. Okay, either by changing the foraging pattern or by changing the food habits, right? Question number 109, the right answer is option 1 itself. Question number 110 is here. Gemme are present in options mosses, pteridophytes, some gymnosperms and some liverworts. As you know, gemmacups and gemme are present in Markantia. Rexia and Markantia are liverworts, right? So the gemme which are absent in, Rexia but present in Markantia, the right answer is some liverworts, not all liverworts but some liverworts. Okay, so option 4 is the right answer. Yes. Question number 111 is here, and it's match the following type of question. You just look into the question. Protoplast fusion that comes with a somatic hybridization, right? That leads to the production of pomato. Is it somatic hybridization where the protoplast fusion happens where the potato fuses with the tomato to form the pomato. Plant tissue culture where the principle is totipotency. Meristem culture is used to create virus-free plants from the virus-infected plants. Micropropagation that leads to soma clones, right? So A should be connected with the 2. A should be with the 2. Such an option alone is here. That is option 2 itself. And plant tissue culture, that is 1, and followed by meristem culture 4, virus-free plants, micropropagation, soma clones. Option 2 is the right answer meant for the question number 111. Yes. 112. The production of gametes by the parents, formation of zygotes, the F1 and F2 plants can be understood from a diagram called, we are familiar with such a diagram, right? Where the gametes are indicated at corners like capital A, small a and all. Thus we can predict the results, right? Like the results and zygotes and F1, F2 generation will be capital A, small a, capital A, small a. Such a chart, such a table is used in genetics to predict the gametic combination of F1 and F2 generations. Options are here: Billet-Squire, Punnett-Squire, Pinett-Squire and Net-Squire. The right answer is Pinett-Squire. Such a chart is said to be the Pinett-Squire. Right. Okay. Here comes question number 113. Genera like Selaginella and Salvinia produce two kinds of spores. Such plants are known as Homosaurus, Heterosaurus, Homosporus and Heterosporus. Which one is the right answer? Heterosporus. Option 4. Heterosporus nature, which is shown by some pteridophytes like Selaginella and Salvinia. All the gymnosperms and all the angiosperms are also heterosporous in nature, with small male microspores and large female megaspores. Yes. Question number 114. The amount of nutrients such as carbon, nitrogen, phosphorus and calcium present in the soil at any given time is referred to as, coming under the chapter ecosystem,
and nutrient cycling. It's not at all climax. It's not at all climax community. It's a standing state and it's not standing crop. A standing crop is the amount of biomass occupied by a trophic level of a food chain. The right answer is standing state. The amount of nutrients present in soil is said to be standing state. Okay. Question number 115 is writing for you. Listen to the question. Commensalism can be represented as Commensalism, not the Commensalism, but it's a Commensalism, right? Well, yeah, here option 1 is stating that both the species, of the one or two species, one is harmed and the other is neutral. So it's a Commensalism. Okay, yes, Commensalism is listed in the option 1. Species 1 and species B both are benefited. It is a mutualism. It's a mutual relation, mutually benefited. Species A and species B both are harmed. Both have got detrimental effects, thus it is a competition. Right? And you know, of the two species, one is benefited and one is benefited and the other is neutral. Yeah, this is a commensalism, right? Commensalism. Okay, and the first one that means of the two species, one is benefited and the other is harmed. That is, one is detrimental, one effect is detrimental minus and the other is neutral. This is the commensalism. In the commensalism relation of the two species, one is harmed and the other is neutral. Thus option 1 is the right answer. Okay, commensalism is the first one. Minus 0 relation is the commensalism. Question number 116 is here. Match the following question from the chapter Transport in Plants. Cohesion is the mutual attraction among water molecules. Cohesion, mutual attraction among water molecules. Adhesion, attraction towards polar surface. The attraction of water to the polar surface like cell wall. Surface tension, the mutual attraction of water is more in the liquid phase than in the gaseous phase. Gradation is the loss of water, the water loss in liquid phase. Such an option is here where A is connected with the 2, yes, B is connected with a 4. This option 1 itself is the right answer. C is connected with a 1 and the class D is connected with a 3. Yes, option 1 is the right answer. Okay. Question number 117. Which of the following is not an application of PCR, the polymerase chain reaction? Molecular diagnosis is an application. As you know, the COVID itself is detected using RT-PCR, used to detect diseases. So use it for diagnosis. The direct application of PCR is gene amplification to make multiple copies of a desired gene. Purification of isolated protein? No, which is coming under northern blotting, right? Detection of gene mutation? Yes. So, which one is not an application? Option 3. Purification of isolated protein is not done by PCR. Okay. Question number 118 is here. During the purification process for recombinant DNA technology, addition of chilled ethanol precipitates out RNA, DNA, histones and polysaccharides. You know, for DNA isolation, the polysaccharides are removed by amylases enzymes. Histones, as they are proteins, they are removed by proteases. RNA were removed by ribonucleases. Thus, the chilled ethanol is added to precipitate out the DNA. A straight question from the chapter Biotechnology, Principles and Processes. Question number 119 is here. In the equation, GPP minus R is equal to NPP, where R represents what? R is the loss during respiration. Respiration losses. It's not radiant energy. It's not a retardation factor. It's not at all environment factor. But R is indicating the loss during respiration. Respiration losses is indicated by the letter R. Option 4 is the right answer. Yes. Question number 120 is here. The first stable product of carbon dioxide fixation in sorghum is a hybrid maize. Hybrid maize sorghum is a C4 plant.
So in C for plants, the primary carbon acceptor is PEP, where the carbon catalyzing enzyme is pepcase, phosphoenol pyruvate carboxylase. After addition of carbon, after the carboxylation, the product will be a 4-carbon organic acid that is called oxaloacetic acid. Option 2 is the right answer. Oxaloacetic acid is the first stable product in C for plants like sorghum. 121. Which of the following algae produce carrageen? As we know, the hydrocolloids are 2 from algae, algin from brown algae and carrageen from red algae. So, red algae is the right answer. Option 3. Again, a straight question from the chapter Plant Kingdom. 122. Which of the following statements is not correct? Not correct. Okay. Pyramid of biomass in sea is generally inverted. Yeah. In aquatic ecosystems, the biomass pyramid is generally inverted. Pyramid of biomass in sea is generally upright. Not at all. Yeah, it's generally inverted, as in the statement 1 states. 3. Pyramid of energy is always upright due to the 10% law of energy transfer. Pyramid of number in a grassland ecosystem is upright because the grasses are the dominating member. Grasses are the primary producers. So the incorrect statement is option 2. Pyramid of biomass in sea is never gets upright. It's generally inverted. Question number 123 is here. Yeah, it's again a match the following question from the chapter Cell, the Unit of Life. Yes. Cristae are the infoldings in the mitochondria. Infoldings in the mitochondria. Thylakoids are flattened membranous sacs in stroma of plastids like a chloroplast. Centromere is the primary construction in chromosome. Cisternae are the disc-shaped sacs in Golgi apparatus. So A should be connected with a 3. Such an option is here. B with a 4, C with a 1 and D with a, yes, D with a 2. That itself, 3 itself is the right answer. Yeah. 124. Which of the following are not secondary metabolites in plants? Actually, the question is from chapter Biomolecules, right? Morphine and codeine are the secondary metabolites. Vinblastin and curcumin, secondary metabolites. Rubber and gums again, secondary metabolites. But amino acids and most amino acids and sugars, glucose are primary metabolites. Alright, there are no secondary metabolites. Most of the amino acids are primary metabolites. Okay, some rare members are secondary, but they are exceptional and negotiable. This answer is 2. Yeah. Question number 125. Which of the following algae contain mannitol as a reserve food material? Laminarin or mannitol is the reserve food material in brown algae, the Phaeophysi. Eulothrix filamentous green algae. Volvox colonial green algae. Gracilaria is a red algae. This answer is option 1. Ectocarpus, a filamentous brown algae Phaeophysi. The reserve food is mannitol. Yeah. 126. A typical angiosperm embryo sac at maturity is, we know, it's a straight question from the chapter Sexual Reproduction in Flowering Plants. It's 7-celled and 8-nucleated. 7-celled and 8-nucleated. The 7 cells are 3 antipodals, 1 central cell, 2 synergids and 1 egg cell. The central cell is holding 2 polar nuclei. Thus the total nuclei number is 8. So option 1 itself is the right answer. 8 nucleate and 7 celled. Yes. Question number 127. Diadelphous stamens are found in, yes, China rose, that is hibiscus, where we can see monoadelphous stamen. Citrus, polyadelphous stamen. P is the diadelphous member, Fabaceae. China rose is monoadelphous, citrus is polyadelphous. Thus option 3 is the best answer. Of the total 10 stamens, 9 filaments are united and 1 is odd one. Thus 9 in brackets plus 1 diadelphous stamens in P, Fabaceae. 128. When gene targeting involving gene amplification is attempted in an individual's tissue to treat disease, here comes the answer,
to treat a disease. The genetics is used to treat a disease is known as, that is gene therapy. It's not biopiracy, it's not molecular diagnosis. Instead, the treatment using genetic engineering is said to be the gene therapy. Option 2 is the right answer. 129. Which of the following stage of meiosis involves division of centromere? During metaphase 1, the paired homologous chromosomes are arranged at the equatorial plane of cell, right? Whereas we cannot see any of the centromere splitting. Metaphase 2, where the individual chromosomes are aligned at the equatorial plane of the cell, where also the centromere splitting is lacking. Anaphase 2 is the right answer. During anaphase 2, due to the spindle action from both the sides, the centromere splits and the sister chromatids are getting separated. Telophase 2, we can see nuclei, right? The reformation of nuclei. So answer option 3 itself. Okay. 130. Plants follow different pathways in response to environment or phases of life like juvenile phase and mature phase to form different kinds of structures. This ability is called plasticity, just like the heterophyly shown by coriander, buttercup, right? Yeah, that heterophyly is a plasticity, the ability to form morphologically different parts. 131. Which of the following plants is monoecious? Monoecious means bisexual, both the sexes together. Cycles sinalis is unisexual. Male plant with male cones and female plant with megasporophylls are born on different plants. Marcantia is again unisexual. Male thallus with antheridiophore and antheridia, female thallus with archegoniophore and archegonia other. Cara is bisexual or monoecious. Alright, well, we can see the spherical antheridia on the lower side of the branch and the female oogonium on the upper side. Carica papaya is unisexual. Male plant and female plant are different. So, Cara is the right answer. Option 2. Question number 132. When the centromere is situated in the middle of the two equal arms of chromosome, centromere is at the middle and thus the arms of chromosomes are somewhat equal, right? So, the chromosome is referred to as metacentric chromosome. Okay, in telocentric chromosome, the centromere is terminal. In submetacentric chromosome, the centromere is nearer to the center. And in acrocentric chromosome, the centromere is subterminal. So, metacentric is the right answer. 133. The site of perception of light in plants during photoperiodism is not shoot apex, it's not the stem, it's not at all axillary, but the duration of light. The light and dark duration is perceived by phytochrome pigments present in the leaves. So, leaf is the right answer. Okay. 134. The factor that leads to founder effect in a population is, founder effect is used to form new species, that is genetic drift. Genetic drift can cause, it is the founder effect. Yeah, it's from the chapter evolution, right? Yeah. And 135. The plant hormone used to destroy weeds in a field is, again, a straight question. It's an auxin, a synthetic auxin called 2,4-D, used to kill dicot plants, right? So 2,4-D is not IAA, NAA or IBA, but it's a 2,4-D, 2,4-dichlorophenolic acid, a weedicide that can kill mature dicots. Match the following question. Nitrococcus. Nitrosomonas and nitrococcus are used to convert ammonia to nitrite. Yeah, the ammonia can be converted into nitrite. Okay, that is NO2 minus, done by nitrococcus, nitrosomonas and nitrococcus. Rhizobium is a biological nitrogen fixing bacterium that can convert atmospheric nitrogen to soil ammonia using nitrogenase enzyme. Thiobacillus is a denitrifying bacterium. Nitrobacter can convert nitrite to nitrate. NO2 minus can be converted into NO3 minus by Nitrobacter and nitrocystis. So option A should be connected with the 2.
A with 2. Okay, A should be connected with 2. B is connected with 4. C is connected with 1 and D is connected with 3. Option 1 itself is the right answer. It's from the chapter Mineral Nutrition of class 1. 137. Select the correct pair. Large, colorless, empty cells in the epidermis of grass leaves is not subsidiary cells. Instead, it is the bulliform cells. In dicot leaves, vascular bundles are surrounded by large, thick-walled cells. They are not conjunctive tissue. They are bundle sheath cells. Conjunctive tissues are the parenchyma present in between the xylem and phloem of radially packed vascular bundles of roots. Cells of medullary rays that form part of cambial ring called intervesicular cambium, that is right, and loose parenchyma cells rupturing the epidermis and forming a lens-shaped opening in bark. The lens-shaped opening is the lenticell, where the parenchyma cells are not spongy parenchyma, but they are the complementary cells. So, the right match is option 3 alone. Okay, question number 138. Which of the following statements is correct? Fusion of two cells is called karyogamy? No. Fusion of not the two cells but the fusion of two nuclei is said to be the karyogamy. Fusion of protoplasms between two motile or non-motile gametes is called plasmogamy? Yes, that itself is plasmogamy. Organism that depends on living plants are called the saprophytes? No. On the living plants, the organisms depending on living plants is called parasites. Some of the organisms can fix atmospheric nitrogen in specialized cells called the sheath cells. No, it's the heterocyst. It's not the sheath cell. So the right option is option 2 alone. Option 2 is the right answer here. Okay. Question number 139 is here. Identify the correct statement. In capping, methyl guanosine triphosphate is added to the 3' end of the hnRNA? No, it's towards the 5' end. Towards the 3' end polyadenine tail is given. RNA polymerase binds with Rh factor to terminate the process of transcription in bacteria? Exactly. The second option is right. The coding strand in a transcription unit is copied to mRNA? Not directly. Split gene arrangement is characteristics of prokaryotes? No, it's the character of eukaryotes. The right answer is 2 alone. Okay, yes. Shall we move on to the question number 140? In the exponential growth equation like nt is equal to n0 e raised to rt, e represents is the base of natural logarithm. Is the base of natural logarithm, that is 2.718. So option 3 is the right answer. Is the base of natural logarithm ln, right? That itself. Okay, yeah. Question number 141. Which of the following statements is incorrect? Incorrect. Okay. 1. During aerobic respiration, role of oxygen is limited to the terminal stage? Yes, limited to the terminal oxidation associated with the fourth protein complex of inner mitochondrial membrane, the so-called cytochrome C oxidase made of cytochrome A and cytochrome A3. Okay, in electron transport chain etc, one molecule of NADH plus H plus give rise to 2 ATP? No, it's 3, stated in NCERT as 3. And 1 FADH2 gives rise to 3 ATP? No, in NCERT is stated as 2. So the second statement is wrong. ATP is synthesized through complex 5? Yes, complex 5 is the F1 particle, the oxysome, ATP synthase or ATPase. So this is right. Oxidation reduction reaction produce proton gradient in respiration? Yes, that is connected with the ETS. During ETS, the acceptance of electrons, addition of electrons is said to be the reduction and the removal is called the oxidation. As a result of redox process in the ETS, the proton gradient is formed. So the incorrect one is option 2. Okay, and here comes question number 142. What is the role of RNA polymerase 3 in the process of transcription in eukaryotes? Yeah, it's from genetics, but we know
the RNA polymerase 3 can show multiple processes like transcribes tRNA, 5S RNA and snRNA. That is the right answer, option 2. Okay. Alright. Question number 143. In some members of which of the following pairs of families pollen grains retain their viability for months after release? In Poaceae, in grasses like rice, wheat, etc., the viability is just 30 minutes. So Poaceae 30 minutes only. Poaceae 30 minutes only. Poaceae 30 minutes only. Right? But in Rosaceae, Leguminosae and Solanaceae, the viability lasts for few months. So option 4 is the right answer. Rosaceae and Leguminosae. Okay. Question number 144. Again match the following. S phase. Yes, S phase. During S phase, what happens? The DNA replication takes place. During G2 phase, the proteins are synthesized meant for cell division. Quiescent stage is the inactive stage, and G1 phase is the phase in between mitosis M and initiation of DNA replication S. So G1 is in between M and S. Option A is connected with the 4. A should be connected with the 4. B should be connected with the 1. So option 3 is the right answer. C with the 2 and 4 with the 3. Yes, option 3 itself is the right answer. Yes, listen to the question number 145. Nowadays, it is possible to detect the mutated gene causing cancer by allowing radioactive probe to hybridize its complementary DNA in a clone of cells, followed by its detection using autoradiography because chapter Biotechnology and its applications, the molecular diagnosis and the probe. Mutated gene partially appears on photographic film? No. Mutated gene completely and clearly appeared on a photographic film? No. Mutated gene does not appear on a photographic film as the probe has no complementary strand with it. That itself is the right answer. Option 3. Mutated gene does not appear on the photographic plane. That much is also okay. As the probe has complementary with it? No. It's just because it has no complementarity with it. Option 3 itself is the right answer. Okay. 146. Plasmid PBr322 has PST1 restriction enzyme site within gene ampicillin resistant AMPR. Okay, ampicillin resistant that confers ampicillin resistance. If this enzyme is used for inserting a gene for beta-galactoside production and the recombinant plasmid is inserted in an E. coli strain, then what happens? So, an antibiotic resistant gene is the so-called ampicillin resistant gene. Okay. For the addition of a foreign gene meant for beta-galactoside, the restriction site within the ampicillin resistant gene is broken down and where the beta-galactoside gene is added. Thus what happens? Due to insertional inactivation, the transformed members cannot and do not show ampicillin resistance. The ampicillin resistant gene gets insertionally inactivated. It will not be able to confer ampicillin resistance to the host cell. That itself is the right answer. The transformed cells will have the ability to resist ampicillin? No. Due to insertional inactivation, the ampicillin resistant gene is inactivated. It will lead to lysis of host cell. It's not connected with the lysis of host cell, but it's connected with the lysis and inactivation of a selectable marker. It will be able to produce a novel protein with a dual activity? Never and ever, right? But instead, it will inactivate the ampicillin resistant gene due to the insertion of the foreign gene meant for beta-galactoside. Thereby, the right answer is option 1 alone. Okay, here comes question number 147. The question is missing here. This will be discussed very soon, alright? We will get back to the question number 147, okay? Yes. Which of the following statements is incorrect? Both ATP and NADPH plus H plus are synthesized during non-cyclic photophosphorylation. That is true. We have to opt the incorrect one. The statement 1 is right.
Stroma lamellae have PS1 only and lack DNA, NADP reductase. Yes, again true. Grana lamellae, that means the thylakoid membrane, have both PS1 and PS2. That again is right. Cyclic photophosphorylation involves both PS1 and PS2. Wrong. PS2 will not be there. PS1 alone will be there in the cyclic photophosphorylation. This is the incorrect statement, is option 4. And here comes question number 149. Match the following question. Protein. Protein is a polypeptide. Thus we can see the peptide bonds. Unsaturated fatty acids will show carbon-carbon double bonds. Nucleic acids are showing phosphodiester bonds and polysaccharides are showing glycosidic bonds. So A is connected with a 4. A should be with a 4. Okay. B with a 1. Yeah. So we are moving on with the option 1. C with a 2 and D with a 3. This option 1 itself is the right answer meant for 149. Okay. Question number 150 is here. DNA fingerprinting involves identifying differences in some specific regions in DNA sequence called as. Yes, VNTR is describing here. So we may get confused with the satellite DNA and repetitive DNA, but based on NCRD, the right answer, the best answer meant for this question is repetitive DNA. Right, the repetitive DNA, and its short stretches are said to be the satellites like microsatellites and mini satellites. Okay, and you know, 150 botany questions were over, but the part B zoology is also holding some of the questions. They are conventionally treated under botany, so we are discussing those questions too. In version M5, the question number 152, which is actually coming under zoology, but truly it's a botany question. Coming from the chapter Cell, the Unit of Life, the organelles that are included in the endomembrane system are, we know, endoplasmic reticulum, Golgi complex, lysosomes and vacuoles. Thus option 2 is the right answer. Okay. 153. Okay. Came under zoology, but it's actually botany question. With regard to insulin, choose the correct options. Question is from chapter Biotechnology and its application. C-peptide is not present in mature insulin. True. The insulin produced by rDNA technology has C-peptide. Wrong. Because Eli Lilly prepared A and B peptides separately, where C-peptide is not at all there. The pro-insulin, the immature insulin has C-peptide is true. A peptide, A peptide and B peptide of insulin are interconnected by disulfide bridges. Again true. So choose the correct one. A, C and D. A, C and D only are true because B is wrong. Question number 160 of question booklet number M5. So came under zoology, but it's truly a botany question. Which of the following is not an objective of biofortification in crops? Biofortification is the plant breeding for improved food quality. Improve vitamin content? True. Improve protein content is true. Improve micronutrient and mineral content is again true. But it will not improve the resistance to diseases. So not an objective is 3. It will not improve resistance to diseases. Instead, biofortification to improve food quality. Yes, the next question, came under zoology, but it's a truly botany question. The centriole undergoes duplication during G2 phase, S phase, prophase and metaphase. It's S phase, the duplication of centriole, okay, which takes place in the S phase. Which of the following RNAs is not required for the synthesis of protein? So it's coming under the chapter Biotechnology and its applications. That means the topic RNA interference. rRNA, tRNA and mRNA are involved in protein synthesis. But siRNA, the small interfering RNA, are involved in what? Involved in RNA interference.
wherein RNA interference, the translation is prevented. So, not required for synthesis of protein is siRNA. Option 1. Question number 167. For effective treatment of the disease, early diagnosis and understanding its pathophysiology is very important. Which of the following molecular diagnostic technique is very useful for early detection? Yeah, it's a quite confusing question, right? Because ELISA is a molecular diagnostic technique. At the same time, the Southern blotting techniques, the DNA blotting techniques are also used. So, we can say the answer will be 2 or 3. Okay? Yeah, ELISA or Southern blotting. Fine. So, ELISA or Southern blotting. Okay. And question number 173 of booklet number M5, the botany question that came with zoology. The fruit fly has 8 chromosomes, the diploid chromosome number 8 in each cell. During interphase of mitosis, if the number of chromosomes at G1 phase is 8, G1 chromosome number is 8. What would be the number of chromosomes after S phase? After S phase, the G2 phase, right? Whereas the chromosome number will be the 8 only, because during S phase, the DNA content alone is doubled. Chromosome number is unaffected. Chromosome number will not be changed. So 8 itself is the right answer. Okay. Question number 174 of booklet M5 a botany question came with zoology. During the process of gene amplification using PCR, if very high temperature is not maintained in the beginning, then which of the following steps of PCR will be affected first? Affected first will be denaturation, because the high temperature 94 to 98 degrees Celsius is required for denaturation. Option 3 is the right answer. Which stage of meiotic prophase shows terminalization of chiasmata as its distinctive feature, that is diakinesis? Leptote in where chromosomes are formed. Zygote in the pairing of homologous chromosomes called synapsis. Packet in where the crossing over or recombination is seen. During diplotin, the chiasmata is seen, and during diakinesis, the terminalization of chiasmata takes place. Question number 181 of booklet number M5, a botany question came with zoology. A specific region, a specific recognition sequence identified by endonucleases to make cuts at specific positions within the DNA is coming under the chapter Biotechnology Principles and Processes. They are said to be the palindromic nucleotide sequences acting as a recognition sequence of restriction enzymes. 183 of booklet number M5, a botany question came with the zoology. Which of the following RNAs is not required for the synthesis of protein? That is siRNA, small interfering RNA, came with the RNA interference. 186. Which of the following is not a step in multiple ovulation embryo transfer technology, the so-called MOET? Coming under the chapter Strategies for the Enhancement in Food Production. Fertilized eggs that are transferred to surrogate mothers at 8 to 32 cell stage is true. Cow is administered hormone having LH-like activity? Wrong. Instead, FSH-like activity is administered. Cow yields about 6 to 8 eggs at a time? Yes. Cow is fertilized by artificial insemination? Can be. Or by normal mating with a superior elite bull. So the wrong statement is option 2, because the cow is not administered with LH but with FSH. 194th question of booklet M5. True botany question came with zoology. The adenosine deaminase deficiency results into chapter Biotechnology and its applications, that results into dysfunction of immune system, because AD is must in immune response, right? 196th question, an assertion reason question. Okay, a person goes to high altitude and experiences altitude sickness with the symptoms like a breathing difficulty and heart palpitations. True. Reason: due to low atmospheric pressure at high altitude, the body does not get sufficient oxygen. Reason is true. So both assertion and reason are true.
and the reason is the correct explanation for the assertion. Both A and R are true, and R is the correct explanation of A. Option 1 itself is the right answer. Okay. 197th question of M5 booklet. Match the following. Yeah. Allen's rule. Allen's rule shown by polar seals. Physiological adaptation, the kangaroo rat. Behavioral adaptation shown by desert lizard. And biochemical adaptation by marine fish at depth. So the right answer options are lacking here. A is connected with 4, okay. B is connected with 1, okay. C is connected with 2, and D is connected with 3. This will be the right answer. Main focus number 197. Okay. All right. That much were our questions from the NEET exam this year 2020. Yes, by assessing these questions, the questions are so simple, and botany exceeds than zoology. Botany questions are more than zoology, right? Okay. I hope you people were done the exam in full strength and full confidence. Hello students, welcome to Mercury Academy of Science. Myself Shahir, Faculty of Biology, Mercury Academy. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ബയോളജി വളരെ എളുപ്പമായിരുന്നു ഇത്തവണയും നീറ്റ് എക്സാമിന്. കഴിഞ്ഞ വർഷവും വളരെ എളുപ്പമാണ്, ഇത്തവണയും വളരെ എളുപ്പമാണ് ബയോളജി. കൂടുതലും ബോട്ടണി പാർട്ടിൽ നിന്നാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസുകൾ വന്നത്. സുവോളജി പാർട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 38-39 ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാം, കമ്പയറിംഗ് വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. നമ്മൾ മുൻപ് പഠിപ്പിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. മുൻപ് ഡിസ്കസ് ചെയ്ത ലെവലിലുള്ള അതേ ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ചോദിച്ചത്. 2 ദിവസം മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന നീറ്റ് മോഡൽ ടെസ്റ്റ്, ഏകദേശം അതുപോലെ തന്നെയുള്ള ചോദ്യങ്ങളും അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എരിത്രോപോയറ്റിൻ ഹോർമോൺ which stimulates RBC formation is produced by. Erythropoietin hormone which stimulates RBC formation is produced by. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് +1 കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. എരിത്രോപോയറ്റിൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി ആണ്. ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ്. വാട്ട് ഡു യു മീൻ ബൈ JG സെൽസ്? JG സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, അഫറന്റ് ആർട്ടീരിയോളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളുകളും തമ്മിൽ ജോയിന്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് ജെക്സ്റ്റാഗ്ലോമറുലാർ സെല്ലുകൾ ഉള്ളത്. ഇവിടെയാണ് എരിത്രോപോയറ്റിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എരിത്രോപോയറ്റിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദ ഹെൽപ്സ് ഇൻ RBC ഫോർമേഷൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ, ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി. മറ്റു ഓപ്ഷൻസുകൾ വരില്ല, ഏതൊക്കെയാ നോക്കാം. ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ്, സെൽസ് ഓഫ് റോസ്ട്രൽ അഡിനോ ഹൈപ്പോഫൈസിസ്, ആന്റീരിയർ പാർട്ട് ഓഫ് ദ പിറ്റ്യൂട്ടറിക്ക് ആണ് അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്, സെൽസ് ഓഫ് ബോൺ മാരോ. നോ, ഇവിടെ നമുക്കറിയാം എരിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which of the following characteristics is incorrect with respect to cockroach? പാഠഭാഗം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. അതിൽ കോക്രോച്ചിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പറയുന്നു, അപ്പൊ ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കോക്രോച്ചിനെ സംബന്ധിക്കുന്നത്.
10th abdominal segment in both sexes bear a pair of anal cerci. ഇത് കറക്റ്റ് ആണ്. 10ാമത്തെ സെഗ്മെന്റിൽ മെയിൽസിനും ഫീമെയിൽസിനും ആനൽ സർക്കൈ എന്ന് പറയുന്ന അവയവമുണ്ട്. എ റിംഗ് ഓഫ് ഗ്യാസ്ട്രിക് സീക്കെ ഈസ് പ്രസന്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. ഇത് റോങ് ആണ്. കാരണം ഗ്യാസ്ട്രിക് സീക്കെ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ മിഡ്ഗട്ട് ആൻഡ് ഫോർഗട്ട് ആണ്. ഫോർഗട്ടിന്റെയും മിഡ്ഗട്ടിന്റെയും ഇടയിലാണ് ഗ്യാസ്ട്രിക് സീക്കെ ഉള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിഡ്ഗട്ടിന്റെയും ഹൈൻഗട്ടിന്റെയും ഇടയിലാണെന്നാണ്. ഇത് റോങ് ആണ്. കാരണം മിഡ്ഗട്ടിന്റെയും ഹൈൻഗട്ടിന്റെയും ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? 100 to 150 സ്ട്രക്ചർ നെയിംഡ് ആസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. മാൽപീജിയൻ ട്യൂബ്യൂളുകളാണ് മിഡ്ഗട്ടിന്റെയും ഹൈൻഗട്ടിന്റെയും ഇടയിൽ കാണാൻ കഴിയുക. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് ഹെപ്പാറ്റിക് ഓർ ഗ്യാസ്ട്രിക് സീക്കെ ആണ്. ഇത് റോങ് ആൻസർ ആണ്. ഹൈപ്പോഫാരിങ്സ് ലൈസ് വിത്തിൻ ദ ക്യാവിറ്റി എൻക്ലോസ്ഡ് ബൈ മൗത്ത് പാർട്സ്. ഹൈപ്പോഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ടങ് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിന്റെ ടങ് മൗത്ത് പാർട്സിന്റെ ഉള്ളിലാണെന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻ ഫീമെയിൽ 7th to 9th സ്റ്റെർണ ടുഗദർ ഫോം ജനൈറ്റൽ പൗച്ച്. ഇറ്റ് ഓൾസോ റൈറ്റ് ആൻസർ. സോ ഇവിടെ നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തതാണ്. അപ്പോൾ ഇവിടെ ആൻസർ 2 ആണ് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സക്കസ് എൻഡറിക്കസ് ഈസ് റെഫേർഡ് ടു എസ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ഹ്യൂമൻ ഫിസിയോളജിയിലെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ള ചാപ്റ്ററിലാണ്. ഇതിൽ വന്നിരിക്കുന്നത് നോക്കാം. സക്കസ് എൻഡറിക്കസ് ഈസ് റെഫേർഡ് ടു ആസ് ഖൈം, പാൻക്രിയാറ്റിക് ജ്യൂസ്, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്, ഗ്യാസ്ട്രിക് ജ്യൂസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ആണ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെയാണ് സക്കസ് എൻഡറിക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, സക്കസ് എൻഡറിക്കസ് എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിന് പറയുന്ന മറ്റൊരു പേരാണ്. നമുക്കറിയാം ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ക്രിപ്സ് ഓഫ് ലൈബർക്കനും അതുപോലെ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡുമാണ്. ക്രിപ്സ് ഓഫ് ലൈബർക്കൻ വില്ലയുടെ ബേസിൽ കാണുന്നതാണ് ക്രിപ്സ് ഓഫ് ലൈബർക്കൻ. മറ്റൊന്ന് നമുക്കറിയാവുന്നതാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. ക്രിപ്സ് ഓഫ് ലൈബർക്കനും അതുപോലെ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡുമാണ് നമുക്കറിയാം ഇൻറ്റസ്റ്റൈനൽ ജ്യൂസുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ക്രിപ്റ്റ് ഓഫ് ലൈബർക്കൻ, ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിന് പറയുന്ന മറ്റൊരു പേര് സക്കസ് എൻഡറിക്കസ്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. മറ്റൊന്ന് നോക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ആൽവിയോളൈ. ആൽവിയോളയിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഹ്യൂമൻ ഫിസിയോളജിയിലെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണിത്. നമുക്ക് നോക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ആൽവിയോളൈ. PO2 159, PCO2 0.3, PO2 104, PCO2 40, PO2 40, PCO2 45, PO2 95, PCO2 40. ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് PO2 104, PCO2 40. 104 എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആൽവിയോളൈ. ആൽവിയോളയിലെ പാർഷ്യൽ പ്രഷർ 104 ആണ്. ആൽവിയോളയിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ 40 ആണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാച്ച് ദ ഫോളോയിങ്. ഫൈസാലിയ, ലെമുലസ്, ആൻകൈലോസ്റ്റോമ, പിങ്ടാഡ. ലിസ്റ്റ് 2. പേൾ ഓയിസ്റ്റർ, Portuguese man of war, living fossil, hookworm. Choose the correct answer from the options given below. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിരിക്കുന്നത്. എല്ലാം തന്നെ എക്സാമ്പിൾസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ മറ്റൊരു പേരുകളാണ് ഇവിടെ ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത്. അനിമൽ കിങ്ഡം എന്ന് പറയുന്ന +1 സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്, സുവോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അപ്പൊ നമുക്കിവിടെ ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, അങ്ങനെ A2 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. സെക്കൻഡ് ഓപ്ഷനും 4 ഓപ്ഷനും നമുക്കറിയാം. 4th ഓപ്ഷനും വരുന്നത് ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണ്. മറ്റൊന്ന് ലിമുലസ് എന്ന് പറയുന്നു, ലിവിങ് ഫോസിൽ എന്ന് പറയുന്നു. അങ്ങനെ B ഓപ്ഷൻ വരുന്നത് 3 ആണ്. നമുക്കറിയാം 2ഉം 4ഉം 3 തന്നെയാണ്. ആൻകൈലോസ്റ്റോമ ഹുക്ക്വർം, C ഓപ്ഷൻ വരുന്നത് 4 ആണ്. അപ്പൊ C ഓപ്ഷൻ വരുന്നത് 4 വരുന്ന ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ആൻസർ. നമുക്ക് ടൈം കുറച്ച് സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. ആൻകൈലോസ്റ്റോമ ഹുക്ക്വർം, പിങ്ടാഡ നോക്കിയേ, പേൾ ഓയിസ്റ്റർ. സോ ദിസ് ഈസ് ദ ആൻസർ.
Physalia portuguese man of war, Lemurus living fossil, Ankylostoma hookworm, pink chada, pearl oyster. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Let us see the next question. Match list 1 with the list 2. Aspergillus niger, Acetobacter aceti, Clostridium butylicum, Lactobacillus. ലിസ്റ്റ് 2-ൽ തന്നിരിക്കുന്നത് അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ബ്യൂട്ടൈറിക് ആസിഡ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. നമുക്ക് നോക്കാം. ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറഞ്ഞാൽ അത് സിട്രിക് ആസിഡ് ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമുക്കറിയാം മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള +2-ലെ സുവോളജി പാർട്ടിൽ നിന്നാണ്. അപ്പോൾ ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്ന സിട്രിക് ആസിഡ്, അങ്ങനെ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ 2. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, നമുക്ക് ഉറപ്പിച്ചു. എന്നിരുന്നാലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ നോക്കാം. ആൻസർ ഒന്നും കൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അസറ്റോബാക്ടർ അസറ്റി അസറ്റിക് ആസിഡ് ആണ്. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം ബ്യൂട്ടൈറിക് ആസിഡ് ആണ്. ലാക്ടോബാസിലസ് ലാക്റ്റിക് ആസിഡ് ആണ്. നോക്കിയാൽ നമ്മളപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ ഒരൊറ്റ മാച്ച് ദ ഫോളോയിങ് നോക്കിയപ്പോൾ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടി. അങ്ങനെയാണ് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റോങ് റെപ്രസെന്റ്സ് ദ നാച്ചർ ഓഫ് സ്മൂത്ത് മസിൽസ്? മസിൽസിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ. ദീസ് മസിൽസ് ആർ പ്രസന്റ് ഇൻ ദ വാൾ ഓഫ് ബ്ലഡ് വെസൽസ്. ദീസ് മസിൽസ് ഹാവ് നോ സ്ട്രയേഷൻസ്. ദേ ആർ ഇൻവോളുണ്ടറി മസിൽസ്. കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ സെൽസ് ഈസ് പെർഫോംഡ് ബൈ ഇന്റർകാലേറ്റഡ് ഡിസ്ക്. ഇവിടെ ചോദ്യം എങ്ങനെയാണ്? Which of the following statements wrongly represents the nature of smooth muscle? ഓക്കെ, wrongly represent എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ സെൽസ് ഈസ് പെർഫോംഡ് ബൈ ഇന്റർകാലേറ്റഡ് ഡിസ്ക് ആണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. സ്മൂത്ത് മസിൽസ് ഇത് നമുക്കറിയാം ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണിത്. മാത്രമല്ല ഈ ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു ചാപ്റ്ററിലും കൂടെ ഉണ്ട്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസിൽ ടിഷ്യൂസിന്റെ പാർട്ടിൽ മസിൽ ടിഷ്യൂ എന്ന് പറയുന്നതിൽ വരുന്ന കാറ്റഗറീസ് ആണ് സ്മൂത്ത് മസിൽ. അതിൽ പറയുന്നുണ്ട് ഇന്റർകാലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നത് കാർഡിയാക് മസിൽസിലാണ്. ഇന്റർകാലേറ്റഡ് ഡിസ്ക് ക്യാൻ ബി സീൻ ഇൻ കാർഡിയാക് മസിൽസ്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. Chronic autoimmune disorder affecting the neuromuscular junction leading to fatigue, weakening and paralysis of skeletal muscle is called as gout, arthritis, muscular dystrophy, myasthenia gravis. നോക്കാം. ഗൗട്ട്, ആർത്രൈറ്റിസ്, മസ്കുലർ ഡിസ്ട്രോഫി, മയാസ്തീനിയ ഗ്രാവിസ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മയാസ്തീനിയ ഗ്രാവിസ് ആണ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്നുള്ള ചാപ്റ്ററിലെ ഡിസോർഡേഴ്സിൽ പഠിക്കാനുള്ളതാണ് ഇവയെല്ലാം. അതിൽ ഗൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കൊണ്ട് ജോയിന്റ് പെയിൻ ഉണ്ടാകുന്നതാണ്. ആർത്രൈറ്റിസും ഇൻഫ്ലമേഷൻ ഓഫ് ദി ജോയിന്റ് ആണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഡീജനറേഷൻ ഓഫ് സ്കെലറ്റൽ മസിൽ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ എഫക്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഫറ്റീഗ്, വീക്കനിങ് ഒക്കെ കാണിക്കുന്ന ഡിസീസ് മയസ്തീനിയ ഗ്രാവിസ് ആണ്. അടുത്ത നോക്കാം. Person with AB blood group are called as universal recipient. This is due to AB blood group ഉള്ള ആളെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നാണ് പറയുക. എന്തുകൊണ്ട്? AB ബ്ലഡ് ഗ്രൂപ്പ് നമുക്കറിയാം. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം നമുക്കറിയാവുന്നതാണ്. അതിൽ A ബ്ലഡ് ഗ്രൂപ്പ് അറിയാം. RBCയുടെ പുറമെ ആന്റിജൻ A ആണ്. പ്ലാസ്മയുടെ പുറമെ ആന്റിബോഡി B ആണ്, ആന്റി B ആണ്. B ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ RBCയുടെ പുറമെ ആന്റിജൻ B ആണ്. പ്ലാസ്മയുടെ പുറമെ കാണുന്ന ആന്റിബോഡി ആന്റി A ആണ്. AB ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ RBCയുടെ പുറമെ കാണുന്ന ആന്റിജൻ, RBCയുടെ പുറമെ കാണുന്ന ആന്റിജൻ ഏതൊക്കെ ഉണ്ടാവും? ആന്റിജൻ A ഉണ്ടാകും, ആന്റിജൻ B ഉണ്ടാവും. ഇനി പ്ലാസ്മയുടെ പുറമെ ആണെങ്കിലോ ആന്റിബോഡി ഉണ്ടാകില്ല. പ്ലാസ്മയുടെ പുറമെ ദർ ഇസ് നോ ആന്റിബോഡി ക്യാൻ ബി സീൻ. പ്ലാസ്മയുടെ പുറമെ ആന്റിബോഡി ഉണ്ടാവില്ല. അപ്പൊ നമ്മളിവിടെ ആന്റിബോഡി നിൽ ആണ് ഇവിടെ. അതാണ് AB ബ്ലഡ് ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഓപ്ഷനിൽ ഒന്ന് നോക്കാം. ആബ്സെൻസ് ഓഫ് ആന്റിബോഡീസ് കറക്റ്റ് അല്ലേ? ആബ്സെൻസ് ഓഫ് ആന്റിബോഡീസ് ആണ്. ആന്റി A ആൻഡ് ആന്റി B ഇൻ പ്ലാസ്മ. ആന്റി AO അല്ലെങ്കിൽ ആന്റി BO പ്ലാസ്മയിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് ഉറപ്പിച്ചു. ഇനി മറ്റു ഓപ്ഷൻസും കൂടെ നമുക്കൊന്ന് വായിക്കാം. ആബ്സെൻസ് ഓഫ് ആന്റിജൻസ് A ആൻഡ് B ഓൺ ദ സർഫസ് ഓഫ് RBC.
RBCയുടെ പുറമെ ആന്റിജൻ എയും ബിയും ഇല്ലെങ്കിൽ അത് O ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പൊ ഇത് ആൻസർ അല്ല. ആബ്സെൻസ് ഓഫ് ആന്റിജൻ A ആൻഡ് B ഇൻ പ്ലാസ്മ. ഓക്കെ, ആന്റിജൻസ് A ആൻഡ് B ആണ്, ആന്റിബോഡി അല്ലേ ഉണ്ടാവുക. ഇത് ആന്റിജൻസ് അല്ലേ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് റോങ് ആണ്. അപ്പൊ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇത് A ഓപ്ഷൻ തന്നെയാണ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. പ്രസൻസ് ഓഫ് ആന്റിബോഡീസ് ആന്റി A ആൻഡ് ആന്റി B ഓൺ RBC എന്നുള്ളതാണ്, ഇതും റോങ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിക്കാണും. ഓപ്ഷൻ ഫസ്റ്റ് വൺ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അതായത് ആബ്സെൻസ് ഓഫ് ആന്റിബോഡീസ് ആന്റി A ആന്റി B ഇൻ പ്ലാസ്മ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിസപ്റ്റേഴ്സ് ഫോർ സ്പേം ബൈൻഡിങ് ഇൻ മാമൽസ് പ്രസന്റ് ഓൺ. റിസപ്റ്റേഴ്സ് ഫോർ സ്പേം ബൈൻഡിങ്, ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള +2 ടോപ്പിക്കിൽ നിന്നാണ്. ഈ സ്പേം ബൈൻഡിങ് കാണാൻ കഴിയുന്നത് എവിടെയാണെന്നാണ്. സോണ പെലൂസിഡ, കൊറോണ റേഡിയേറ്റ, വിറ്റലൈൻ മെംബ്രെയിൻ, പെരിവിറ്റലൈൻ സ്പേസ്, ഇവയെല്ലാം കാണാൻ കഴിയുന്നത് ഓവയുടെ മെംബ്രെയിനുകളിലാണ്. അപ്പൊ അതിൽ സോണ പെലൂസിഡയിലേക്ക് സ്പേം വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്കറിയാൻ പറ്റും സ്പേം ഉള്ളിലേക്ക് കയറാൻ കഴിയുക. സോ ദ സ്പേം റിസപ്റ്റേഴ്സ് ഉള്ളത് സോണ പെലൂസിഡയിലാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സോണ പെലൂസിഡയാണ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ ഫാമിലി മ്യൂസിഡേ. മ്യൂസിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ നിന്ന് ഏത് ആണ്, അല്ലെങ്കിൽ മ്യൂസിഡേ ഫാമിലിയിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. മ്യൂസിഡേ ഉറപ്പാണ്. മ്യൂസിഡേ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദ ലിവിംഗ് വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം നീറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യനും ചോദിക്കാത്തൊരു ചാപ്റ്റർ ആയിരുന്നു ലിവിംഗ് വേൾഡ്. ബട്ട് ഈ തവണ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് ഇതാണ്. മ്യൂസിഡേ ബിലോങ്സ് ടു ഹൗസ് ഫ്ലൈ. വേറെ ഒന്നും നോക്കാനില്ല, എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒന്നിലും നമുക്ക് ഡൗട്ട് വരേണ്ടതില്ല. ഫയർ ഫ്ലൈയോ ഗ്രാസ് കോപ്പറോ കോക്രോച്ചോ ഒന്നിലേക്കും ആരും പോകില്ല. മ്യൂസിഡേ എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈ ആണ്. മസ്ക ഡൊമസ്റ്റിക്ക എന്നാണ് ഇതിൻ്റെ ഒരു സയന്റിഫിക് നെയിം വരുന്നത്. മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് പെയർ. ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ ഒന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഡ്രഗ്സ് റിസിൻ, ആൽക്കലോയിഡ് കൊഡൈൻ, ടോക്സിൻ അബ്രിൻ, ലെക്റ്റിൻസ് കോൺകനാവലിൻ എ. ശരിക്കും ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഡ്രഗ്സ് റിസിൻ, ഇത് തെറ്റാണല്ലോ. ഡ്രഗ്സ് ശരിക്കും വിൻബ്ലാസ്റ്റിനും കുർക്കുമിനും ഒക്കെയാണ് വരിക, പക്ഷെ അതിവിടെ വന്നിട്ടില്ല. വിൻബ്ലാസ്റ്റിനാണ് വരുന്നത്, പക്ഷെ അത് ഡ്രഗ്സിന് ഇവിടെ അതിന് പകരം വന്നിട്ടുള്ള റിസിൻ ആണ്. റിസിൻ ശരിക്കും അബ്രിനും റിസിനൊക്കെ ടോക്സിൻ ആണ്. ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റുകളാണ്. നമ്മൾ ബയോമോളിക്യൂൾ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ആ സെക്കൻഡറി മെറ്റബോളൈറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ലെറ്റ് us see that. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ആ സെക്കൻഡറി മെറ്റബോളൈറ്റിലുള്ളതാണ് ഡ്രഗ്, ആൽക്കലോയിഡ്, ടോക്സിൻ, ലെക്റ്റിൻസ്. ഡ്രഗ്സിൽ റിസിൻ എന്ന് പറയുന്നത് വരില്ല. ഡ്രഗ്സിൽ വരുന്നത് വിൻബ്ലാസ്റ്റിൻ ആണ്. പിന്നെ ആൽക്കലോയിഡ്, കൊഡൈൻ, ടോക്സിൻ, അബ്രിൻ. ടോക്സിനിൽ വരുന്ന ഒന്നാണ് റിസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇൻകറക്റ്റ് പെയർ, ലെക്റ്റിൻസ് കോൺകനാവലിൻ എ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഫസ്റ്റ് വൺ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വെനറിയൽ ഡിസീസ്. ഈ വെനറിയൽ ഡിസീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലുണ്ടാകും റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. വെനറിയൽ ഡിസീസസ്, VD എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. വെനറിയൽ ഡിസീസസ് ഓർ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. അതേപോലെ തന്നെ STDs, ഇതൊക്കെ ഇത് തന്നെയാണ്, സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. അപ്പോൾ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് വെനറിയൽ ഡിസീസ്. ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? യൂസിങ് സ്റ്റെറൈൽ നീഡിൽ. സ്റ്റെറൈൽ നീഡിൽ എന്ന് പറഞ്ഞ വൃത്തിയുള്ളത് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയണേ നോ. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഫെക്റ്റഡ് പേഴ്സണിലൂടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, അതിലൂടെയും സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വരാം. കിസ്സിങ് ഇല്ല. ഇൻഹെറിറ്റൻസ് ഇല്ല. സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒന്നും പാരമ്പര്യമായിട്ട് വരാറില്ലല്ലോ. ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ B and C. അങ്ങനെ വരുന്നുണ്ടോ നോക്കിയേ. ഓപ്ഷൻ 4th one, B and C ഓൺലി. ക്ലിയർ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലെറ്റ് us see the next one. For effective treatment of the disease, early diagnosis and understanding its pathophysiology is very important. Which of the following molecular diagnostic technique is very useful for early detection? നമ്മളൊരു ഡിസീസ് ഏർലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഏതെന്നാണ് ചോദ്യം.
ഹൈബ്രിഡൈസേഷൻ ടെക്നിക്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ടെക്നിക്, സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്, എലിസ ടെക്നിക്. ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എലിസ ടെക്നിക്കാണ്. പക്ഷെ സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്കും നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്കും വരാറുണ്ട്. ഇവിടെ എയ്ഡ്സ് എന്നുള്ളതൊന്നും ചോദിച്ചിട്ടില്ല, എയർലി ഡിറ്റക്ഷൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്കും എലിസ ടെക്നിക്കും ഉണ്ട്. എന്നിരുന്നാലും കുറച്ചും കൂടെ ഉചിതമായിട്ടുള്ള ആൻസർ എലിസ ടെക്നിക്കാണ്. സദേൺ ബ്ലോട്ടിംഗും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ഐ ആം മാർക്കിംഗ് ഹിയർ ഇറ്റ് ആസ് ഫോർത്ത് വൺ. Which is the only enzyme that has capability to catalyze initiation, elongation, termination in the process of transcription in prokaryotes? Which is the only enzyme that has capability to catalyze initiation, elongation, termination in the process of transcription in prokaryote? Transcription നമുക്കറിയാവുന്നതാണ്. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജിയിൽ ഫ്രാൻസിസ് ക്രിക്ക് തന്നിട്ടുണ്ട്. DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്നതിന് റെപ്ലിക്കേഷൻ എന്നും, DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നതിന് ട്രാൻസ്ക്രിപ്ഷൻ എന്നും, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതിന് ട്രാൻസ്ലേഷൻ എന്നുമാണ് പറയുക. അതിൽ DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നതിന് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണല്ലോ പറയുക. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്ട് ആണ്. അതിന് സഹായിക്കുന്ന ഒരു എൻസൈം ഏതാണ്? DNase, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്, DNA ലൈഗേസ്. കുട്ടികൾക്ക് സംശയം ഉണ്ടാകും, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് ആണോ, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണോ എന്ന്. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് വരുന്നത് DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിലാണ്, DNAയുടെ റെപ്ലിക്കേഷൻ പ്രോസസ്സിലാണ്. RNAയുടെ റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ വരുന്നത് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ RNA ഉണ്ടാകാൻ സഹായിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ആൻസർ ഇവിടെ വരുന്നത് തേർഡ് വൺ ആണ്. കറക്റ്റായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ബിയർ ഹോളോ ആൻഡ് ന്യൂമാറ്റിക് ലോങ് ബോൺസ്? അനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്ററിൽ വരുന്നതാണ്. നമുക്കറിയാവുന്നതാണ്, ബേർഡ്സുകൾക്ക് ഫ്ലൈറ്റിന് സഹായിക്കുന്ന ഒരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹോളോ ആൻഡ് ന്യൂമാറ്റിക് ബോണുകളാണ്. ദ്വാരമുള്ളതും വെയിറ്റ് കുറഞ്ഞതുമായിട്ടുള്ള ബോണുകൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് പറക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ സയന്റിഫിക്കിലാണ്. ഓർണിത്തോറൈങ്കസ് പ്ലാറ്റിപ്പസ് എന്ന് പറയും. നിയോഫൊറോൺ എന്ന് പറഞ്ഞാൽ വൾച്ചറാണ്. ഹെമിഡാക്ടൈലസ് വാൾ ലിസാർഡാണ്. മാക്രോപ്പസ് എന്ന് പറയുന്നത് ഇവിടെ കങ്കാരു ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഓർമ്മയിലുണ്ടാവും നമുക്ക്, അതായത് പ്ലാറ്റിപ്പസ്, വൾച്ചർ, വാൾ ലിസാർഡ്, കങ്കാരു. പക്ഷെ അങ്ങനെയല്ല തന്നിരിക്കുന്നത്, ഇവിടെ സയന്റിഫിക് നെയിം ആണ്. അപ്പോൾ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ. നമുക്കറിയാം നിയോഫൊറോൺ വൾച്ചർ ആണ് ബേർഡ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ ഇവിടെ ബി, സെക്കൻഡ് വൺ ആണ്, നിയോഫൊറോൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ചോദ്യം. മെറ്റാജനസിസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഹെൽമിന്തസ്. അല്ല, മെറ്റാജനസിസ് കാണാൻ കഴിയുന്നത് നമുക്കറിയാവുന്നതാണ്. മെറ്റാജനസിസ് എന്നുള്ളത് കാണാൻ കഴിയുക, ഓക്കെ, അതായത് ഫൈലം സീലൻഡ്രേറ്റയിൽ വരുന്നുണ്ട്. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതാണ് മെറ്റാജനസിസ്. ഇവിടെ എക്കിനോഡേംസ് എന്ന് പറയുന്ന ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്. അത് കറക്റ്റ് ആണ്. കാരണം ട്രിപ്ലോപ്ലാസ്റ്റിക് തുടങ്ങുന്നത് തന്നെ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് തുടങ്ങി കോർഡേറ്റ വരെ ഉണ്ട്. സീലോമേറ്റ് എന്നുള്ളത് തുടങ്ങുന്നത് അനലിഡ് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നു. റൗണ്ട് വേംസ് ഹാവ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ. ഒരു പക്ക ആയിട്ട് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ തുടങ്ങുന്നത് ആഷ് ഹെൽമിന്തസ് ഓൺവേർഡ്സാണ്. പ്ലാറ്റി ഹെൽമിന്തസ് ഉണ്ടെങ്കിലും പ്ലാറ്റി ഹെൽമിന്തസിൽ ചിലതൊക്കെ ഓർഗൻ ലെവലാണ്. അപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ തുടങ്ങുന്നത് തന്നെ റൗണ്ട് വേമിൽ നിന്നാണ്. ഇത് കറക്റ്റ് ആണ്. അപ്പോൾ കോംബ് പ്ലേറ്റ്സ് പ്രസന്റ് ഇൻ ടിനോഫോർ ഹെൽപ്പ് ഇൻ ഡൈജഷൻ. കോംബ് പ്ലേറ്റ്സ് ടിനോഫോറിന് ഡൈജഷൻ സഹായിക്കുന്നതല്ലോ, അവർക്ക് ലോക്കോമോഷൻ സഹായിക്കുന്നതാണ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കൈനോഡേംസ്. ഇതും കറക്റ്റ് ആണ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട് ഇവർക്ക്, എക്കിനോഡേംസിന്. വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെങ്കിൽ അത് ഫൈലം പൊരിഫറ ആയിരുന്നു. ഇവിടെ വാട്ടർ വാസ്കുലർ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, എളുപ്പത്തിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബി വരുന്നത് ഓപ്ഷൻ വണ്ണിലാണ്. എ റോങ് ആണെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതാണെന്നുള്ളത് തുടക്കത്തിൽ തന്നെ നമുക്ക് ഉറപ്പിച്ചു അല്ലേ. ബി, സി, ഇ ആർ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നോക്കാം മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. വോൾട്ട്, ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ് ഈസ് ബ്ലോക്ക്ഡ്. അതായത് വോൾട്ട് വരുന്നത് ബാരിയർ മെത്തേഡിലാണ്. ബാരിയർ മെത്തേഡിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്പേം ആൻഡ് ഓവം ആർ പ്രിവെന്റഡ് ഫ്രം കമ്മിങ് ക്ലോസർ
ബൈ യൂസിങ് ബാരിയേഴ്സ് എന്നാണ്. ബൈ യൂസിങ് ബാരിയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വോൾട്ട് ഇങ്ങനെ പറയാം, എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ് ഈസ് ബ്ലോക്ക്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ IUD എന്താ, അപ്പോൾ ഒന്നാമത്തെ നോക്കി A1 വരുന്നത് ഈ തേർഡ് ഓപ്ഷനിൽ മാത്രമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം വിത്തിൻ ദ യൂട്രസ്. യൂട്രസിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്പേമിനെ ഒക്കെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളതാണ് IUDയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് തന്നിരിക്കുന്നത് വസക്ടമി ആണ്. വസക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വാസ് ഡിഫറൻസ്. ട്യൂബക്ടമി എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. ആ ഒരു ഓപ്ഷൻ വരുന്നത് ഇത് മാത്രമാണ്. നോക്കി എത്ര പെട്ടെന്ന് നമുക്ക് കണ്ടെത്താം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. സ്ഫിങ്ക്റ്റർ ഓഫ് OD. സ്ഫിങ്ക്റ്റർ ഓഫ് OD വീണ്ടും ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ജംഗ്ഷൻ ഓഫ് ജെജുനം ആൻഡ് ഡിയോഡിനം, ഇലിയോസീക്കൽ ജംഗ്ഷൻ, ജംഗ്ഷൻ ഓഫ് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ആൻഡ് ഡിയോഡിനം, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ ജംഗ്ഷൻ. എല്ലാവർക്കും അറിയായിരിക്കും ഇത്. നമ്മൾ ക്ലാസ്സിലേക്ക് എത്രയോ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത്. ജംഗ്ഷൻ ഓഫ് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ആൻഡ് ഡിയോഡിനത്തിലാണ് സ്ഫിങ്ക്റ്റർ ഓഫ് OD കാണാൻ കഴിയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. ലെറ്റ് us see the next question. ചോദ്യം ഇങ്ങനെയാണ്. ഇഫ് അഡിനൈൻ മേക്സ്, നോക്കി ചോദ്യം ഇങ്ങനെ, ഇഫ് അഡിനൈൻ മേക്സ് 30% ഓഫ് ദ DNA, DNAയുടെ 30% അഡിനൈൻ ആണെങ്കിൽ, DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണല്ലോ, വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഓഫ് തൈമിൻ? നമുക്കറിയാം അഡിനൈൻ എപ്പോഴും പെയർ ചെയ്യുന്നത് തൈമിനുമായിട്ടാണ്. അപ്പൊ തൈമിന്റെ പെർസെൻറ്റേജും 30 തന്നെയല്ലേ. എർവിൻ ജർഗാഫിന്റെ റൂള് പ്രകാരം ഇൻ എ ഗിവൺ DNA ദ എമൗണ്ട് ഓഫ് പ്യൂരിൻ ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് പിരമിഡിൻ എന്നാണ് പറയണതെങ്കിലും ഇവിടെ അഡിനൈൻ എപ്പോഴും തൈമിനായിട്ടാണ് പെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ 30% അഡിനൈൻ ഉണ്ടെങ്കിൽ തൈമിനും 30% തന്നെ ഉണ്ടാകും. ഇനി നമ്മൾ പറയുന്നു ബാക്കി വരുന്ന എത്രയാണ്? 30% കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 40% അല്ലേ ഉണ്ടാവുള്ളൂ. ആ 40% ഷെയർ ചെയ്യുന്നതാണ് ഗുവാനൈനും സൈറ്റോസൈനും. ഗുവാനൈനിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടാകും? 20%. ഓക്കെ, ഇവിടെയും 20% ആണ് വരിക. അപ്പൊ നോക്കിയേ, T30%. T30% വരുന്ന ഓപ്ഷൻ 4th 1 മാത്രമേ ഉള്ളൂ. പിന്നെ G20%, C20%. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4th 1. ഈ ചോദ്യം നമ്മൾ തൊട്ടു മുന്നേയുള്ള മോഡൽ എക്സാമിന് നമ്മൾ ചെയ്ത ചോദ്യമാണിത്. അടുത്ത് നോക്കാം നമുക്ക്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. മെറ്റാമറിസം. ഇത് അനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. നോക്കി എത്രയോ ക്വസ്റ്റ്യൻസുകൾ അനിമൽ കിങ്ഡത്തിൽ നിന്ന് വന്നു അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട് അനിമൽ കിങ്ഡത്തിൽ നിന്ന്. മെറ്റാമറിസം, ബോഡി മെറ്റാജനസിസ് അല്ല ചോദിച്ചിട്ടുള്ളത്, മെറ്റാമറിസം ആണ്. ബോഡി ചെറിയ ചെറിയ സെഗ്മെന്റുകൾ ആക്കുന്നതിനെയാണ് മെറ്റാമറിസം എന്ന് പറയാം. ബോഡി ചെറിയ ചെറിയ സെഗ്മെന്റുകളായിരിക്കും. അനലിഡയിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ A3 വരുന്ന ഏതൊക്കെയാന്ന് നോക്കാം. ഓപ്ഷൻ 3 and 4. ഓപ്ഷൻ 3ലും 4ലും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് ആൻസേഴ്സ് നമുക്കുണ്ട്. 3ഉം 4ഉം നമുക്കിപ്പോൾ ആൻസർ ഉണ്ട് എന്നുള്ളത് അറിയാം. ഇനി നമുക്ക് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. കനാൽ സിസ്റ്റം. വാട്ടർ കനാൽ സിസ്റ്റം ഉള്ളത് പോരിഫറയ്ക്കാണ്. വാട്ടർ വാസ്കുലാർ അല്ല, വാട്ടർ കനാൽ സിസ്റ്റം പോരിഫറയ്ക്കാണ്. കോംബ് പ്ലേറ്റ്സുകൾ ഉള്ളത് ടിനോഫോറയ്ക്ക്. അപ്പൊ നോക്കിയ B4 വരുന്ന ഏതാണ്? രണ്ടിലും B4 തന്നെയാണ് അല്ലെ. ഇനി നോക്കിയ കോംബ് പ്ലേറ്റ്സ് ടിനോഫോറ. കോംബ് പ്ലേറ്റ്സ് 8 കോംബ് പ്ലേറ്റ്സ് ആർ ദെയർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ. ടിനോഫോറയ്ക്ക് വരുന്നതാണ് C2. അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയില്ലേ. ഇനി നിഡോബ്ലാസ്റ്റ്, സീലൻഡ്രേറ്റ. ഇപ്പോൾ ഓപ്ഷൻസ് 4th 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ഇൻ ടു ഫൈബ്രിൻ? ഫൈബ്രിനോജൻ എന്നുള്ളത് ഫൈബ്രിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? നോക്കാം. ഫൈബ്രിനോജൻ എന്നുള്ളത് സി ഇൻ ഡീറ്റെയിൽ. ഫൈബ്രിനോജൻ ഫൈബ്രിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഫൈബ്രിനോജൻ ഫൈബ്രിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണെന്നാ പറയണേ. ഇതൊരു ബ്ലഡ് ക്ലോട്ടിംഗ് എന്നുള്ളത്, അതായത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, ത്രോംബോകൈനേസ് ആണിത്. പിന്നെ ത്രോംബിൻ, റെനിൻ, എപ്പിനെഫ്രിൻ. ത്രോംബിൻ ആണ് ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കാൻ സഹായിക്കുന്നത്. ത്രോംബിൻ ആണ്. ബ്ലഡ് ക്ലോട്ടിംഗ് എന്നുള്ള പ്രൊസീജിയറിൽ നമ്മൾ പറയുന്നുണ്ട് ഇത് അല്ലെ. ഈ ഫൈബ്രിൻ ആണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. ദ ട്രാപ്പ് ദ ഫോംഡ് എലിമെന്റ്സ് എല്ലാം ചെയ്യുന്നത് ഫൈബ്രിൻ ആണ്. ആൻസർ ഇവിടെ ത്രോംബിൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോർമോൺ റിലീസിംഗ് IUD? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണിത്. ഓപ്ഷൻസ് നോക്കാം. മൾട്ടിലോട്ട് 375, കോപ്പർ T, LNG 20, കോപ്പർ 7. ഇവിടെ നമുക്കറിയാം
ഹോർമോൺ റിലീസിങ് IUD രണ്ടെണ്ണമാണുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണമായിരുന്നു. ഒന്ന് പ്രൊജസ്റ്റാസെർട്ട് എന്ന് പറയുന്നതും ഒന്ന് LNG-20 എന്ന് പറയുന്നതും, ലിവനർഗസ്റ്ററോൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഹോർമോൺ റിലീസിങ് IUDയിൽ വരുന്നത് LNG-20 ആണ്, ഓപ്ഷൻ 3 ആണ്. പിന്നെ ബാക്കി വരുന്ന ഓപ്ഷനൊക്കെ ഏതിൻ്റെയാണ്? മൾട്ടിലോട്ട് 375, കോപ്പർ ടി, കോപ്പർ 7, ഇവയെല്ലാം വരുന്നത് കോപ്പർ റിലീസിങ് IUD ആണ്. കോപ്പർ റിലീസിങ് IUDയുടെ എക്സാമ്പിൾസ് ആണ് ഇവയെല്ലാം തന്നെ വരുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ LNG-20, പ്രൊജസ്റ്റാസെർട്ട് ആൻഡ് LNG-20, കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോട്ട് 375 ആർ കോപ്പർ റിലീസിങ് IUD ആണ്. ഇവിടെ ഹോർമോൺ റിലീസിങ് ആണ്, ഓപ്ഷൻ 3 LNG-20. മക്കളെ, നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. In a cross between a male and a female, both heterozygous for sickle cell anemia gene, what percentage of the progeny will be deceased? എന്ത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നോക്കി. അതും നമുക്ക് ഈ ചോദ്യം വന്നിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. നമ്മളെല്ലാവരും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതുപോലെ തന്നെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ചാപ്റ്റർ എല്ലാം. അതിൽ നിന്നൊരു ചോദ്യം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നൊരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ എ മെയിൽ ആൻഡ് എ ഫീമെയിൽ, ബോത്ത് ഹെട്രോസൈഗസ് ആണ് ഫോർ സിക്കിൾ സെൽ അനീമിയ. നമുക്കറിയാം സിക്കിൾ സെൽ അനീമിയയുടെ ജീനുകൾ HbA, HbS ആണ് ഹെട്രോസൈഗസ്. ഇവിടെ രണ്ടുപേരും നോക്കിയ മെയിലും ഫീമെയിലും ക്രോസുകളിൽ അവർ രണ്ടുപേരും എന്താണ്? ഹെട്രോസൈഗസ് ആണ്, HbAയും HbSഉം ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പ്രൊജനി വിൽ ബി ഡിസീസ്ഡ്? ഇവിടെ എത്ര പെർസെൻറ്റേജ് ഉള്ള ആളുകൾക്കായിരിക്കും ഡിസീസ്ഡ് ആയിട്ടുണ്ടാവുക? HbA. ഓക്കെ, നോക്കുക, ഇത് നോർമൽ അല്ലേ? നോർമലാണ്. HbA, HbS ഡിസീസ്ഡ് ആണ് നമ്മുടെ ചോദ്യം. ഇതും നോർമലാണ്, പക്ഷെ കാരിയർ ആണെന്നേ ഉള്ളൂ. ഓക്കെ, നോർമലാണ് പക്ഷെ കാരിയർ ആണെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് HbS, HbA ഇതും നോർമലാണ്. കാരിയർ ആണെങ്കിൽ നമ്മൾ നോർമലാണ്, ബോഡിയിൽ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. HbS, HbS ഇത് ഡിസീസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഈ 4 എണ്ണത്തിലും ഡിസീസ്ഡ് എത്ര മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ 25% അല്ലേ വരിക? നോക്കിയേ, 100% അല്ല, 50% അല്ല, 75% അല്ല, 25% ആണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. എന്ത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നോക്കി ഇതിൽ നിന്നൊക്കെ വന്നിരിക്കണേ. ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയാണ്. സെലക്ട് ദ ഫേവറബിൾ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ അറ്റ് ദ ആൽവിയോളൈ. ആൽവിയോളയിൽ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണം നോക്കാം. നമുക്കറിയാവുന്നതാണ്, ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ആൽവിയോളൈ ടു ഫോം HbO2 എന്നാ പറയാം, ഓക്സി ഹീമോഗ്ലോബിൻ. ഈ ഒരു ഫോർമേഷൻ ആൽവിയോളയിലാണ്. എങ്ങനെയാണ് ഈ ആൽവിയോളയിൽ ഈ ഒരു HbO2യുടെ ഫോർമേഷൻ നടക്കുന്നത്? ലോ PO2 അല്ല, ഹൈ PO2. ഹൈ PO2 ഉള്ളത് കൊണ്ടാണ് ലോ PO2 അടുത്തത് അല്ല, ഹൈ PO2. അതെ, അപ്പൊ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്നുള്ളത് നോക്കിയാൽ മതി. ഹൈ PO2 അതായത് 104 mmHg ആണ് ഇവിടെ ആൽവിയോളയിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ. അവിടെ കാർബൺ ഡയോക്സൈഡ് അളവ് കുറവാണ്, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ അളവ് കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നമ്മൾ പറയുന്നുണ്ടല്ലേ, അതായത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നുള്ളതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നു ഹൈ PO2, ലോ PCO2, ലെസ് ഹൈഡ്രജൻ അയോൺ, ലോവർ ടെമ്പറേച്ചർ. ഇവിടെ ഹൈ PO2, ഹൈ PCO2 തന്നിരിക്കണം. അപ്പൊ ഇതെന്തായാലും വരില്ല. അപ്പൊ അതുകൊണ്ട് ആൻസർ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഹൈ PO2, ലോ PCO2, ലെസ് ഹൈഡ്രജൻ അയോൺ, ലോവർ ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അഡാപ്റ്റീവ് റേഡിയേഷൻ, കൺവെർജന്റ് എവല്യൂഷൻ, ഡൈവർജന്റ് എവല്യൂഷൻ, എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ. എവല്യൂഷനിൽ നിന്നൊരു ചോദ്യമാണിത്. ഇത് നമുക്ക് അഡാപ്റ്റീവ് റേഡിയേഷൻ നമുക്കറിയാവുന്നതാണല്ലോ, ഡാർവിന്റെ ഫിഞ്ചസ് ആണ്. ഗലപാഗോസ് ഐലൻഡിലേക്ക് ഡാർവിൻ ചെന്നതും അവിടെ അദ്ദേഹത്തിന് വിചിത്രമായിട്ട് തോന്നിയത് ഒരുപാട് കുരുവികളുണ്ട് എന്നുള്ളതുമാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, അഡാപ്റ്റീവ് റേഡിയേഷൻ, ഡാർവിൻ ഫിഞ്ചസ്. ഇനി നമുക്ക് നോക്കാം കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞു തന്നിരുന്നു, HDAC എന്നൊക്കെ പറഞ്ഞിരുന്നു. HD എന്ന് പറഞ്ഞാൽ ഹോമോലോജി ഡൈവർജന്റ് എവല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. AC അനലോജി കൺവെർജന്റ് എവല്യൂഷൻ. ഇവിടെ അനലോജി തന്നിരിക്കുന്ന ഏതാണ്? വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് ഇപ്പൊ തന്നെ കടക്കാലോ. A4 വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. ഇതാണ് റൈറ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ കൺഫേം ആക്കി. എന്നിട്ട് നമുക്ക് രണ്ടാമത്തിലേക്ക് പോയാൽ മതി. നോക്കിയ സെക്കൻഡ് വൺ വിങ്സ് ഓഫ് ബേർഡ് ആൻഡ് ബട്ടർഫ്ലൈ, ഇത് രണ്ടും അനലോജിയാണ്. ഡൈവർജന്റ് എവല്യൂഷൻ നോക്കി ബോൺസ് ഓഫ് ഫോർലിംസ് ഇൻ മാൻ ആൻഡ് വെയിൽ എന്നുള്ളത്.
എവല്യൂഷൻ ബൈ ആർത്രോപോജനിക് ആക്ഷൻ. അതാണ് ഇവിടെ 1-ൽ കിടക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് ഇനീസിയേഷൻ ഇൻ പാർട്ടുറേഷൻ ഇൻ ഹ്യൂമൻസ്? പാർട്ടുറേഷൻ, ചൈൽഡ് ബർത്തിൽ ഇമ്പോർട്ടൻസ് അല്ലാത്തത്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണന്റ് ഓഫ് ഇനീസിയേഷൻ ഓഫ് പാർട്ടുറേഷൻ ഇൻ ഹ്യൂമൻ? ഡെലിവറി നടക്കാൻ സഹായിക്കാത്തത് ഏതാണ്? റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ, ഇൻക്രീസ് ഇൻ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ റേഷ്യോ, സിന്തസിസ് ഓഫ് പ്രോസ്റ്റോഗ്ലാൻഡിൻ, റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ. എന്തിന് സംശയിക്കണം? റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ ആണ്. കാരണം എന്താണ്? പ്രൊലാക്റ്റിന്റെ ഫംഗ്ഷൻ പ്രൊഡക്ഷൻ ഓഫ് മാമറി ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അത് പാർട്ടുറേഷനായിട്ട് റിലേറ്റഡ് അല്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹിസ്റ്റോൺ ഈസ് റോങ്? തന്നിരിക്കുന്നതിൽ ഹിസ്റ്റോൺ, നമ്മൾ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്നാണ്. ഹിസ്റ്റോൺസ് ക്യാരി പോസിറ്റീവ് ചാർജ് ഇൻ ദ സൈഡ് ചെയിൻ. റൈറ്റ് ആണ്. പോസിറ്റീവ് ചാർജ് റൈറ്റ് സൈഡിലുണ്ടാവും. നമ്മൾ പറയുന്നുണ്ട് നെഗറ്റീവ്ലി ചാർജ് DNA ഈസ് റാപ്ഡ് അറൗണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ ഒക്ടാമിയർ എന്നാണ് പഠിക്കണേ. ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നെഗറ്റീവ്ലി ചാർജുള്ള DNA റാപ്പ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ്ലി ചാർജുള്ള ഹിസ്റ്റോൺ ഒക്ടാമിയറിലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്, ഉറപ്പാണ്. മറ്റൊന്ന്, ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾസ്. ഹിസ്റ്റോൺസുകളെല്ലാം കൂടെ കൂടിച്ചേർന്ന് 8 ഹിസ്റ്റോൺ ഒക്ടാമിയറുകളായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതും റൈറ്റ് ആണ്. pH of histones are slightly acidic. It is wrong. Histones are rich in amino acid lysine and arginine. ലൈസിൻ എന്ന് പറയുന്നതും ആർജിനൈൻ കൊണ്ടും റിച്ച് ആണ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്. അതും പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. pH of histone is slightly acidic. അടുത്ത ചോദ്യം. ഡ്യൂറിംഗ് മസിൽ കൺട്രാക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ഒക്കർ? ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ഒക്കർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇതൊരിക്കലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതിന്റെ ഓർഡറിൽ നമ്മളിങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണെന്ന്, ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണെന്ന്. അല്ല, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇവന്റ്സുകൾ നടക്കുന്നത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ എച്ച് സോൺ ഡിസപ്പിയർ ചെയ്യും. എച്ച് സോൺ എന്ന് പറഞ്ഞാൽ 2 ലൈറ്റ് ബാൻഡിന്റെ ഇടയിലുള്ള ഭാഗം മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഡിസപ്പിയർ ആവും. നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ ഉണ്ട്. മാക്സിമലി കൺട്രാക്ടിങ്, ആ സമയത്ത് ഓവർലാപ്പ് ചെയ്ത് വരെ കിടക്കാറുണ്ട് 2 ആക്ടിൻ. അപ്പൊ ഇത് കറക്റ്റ് ആണ്. എ ബാൻഡ് വൈഡൻസ്, ഒരിക്കലും ഒരു ചേഞ്ചും ഇല്ലാത്ത ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എ ബാൻഡ് ആണ്. അതായത് മയോസിൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് റോങ് ആണ്. അപ്പൊ നമുക്കറിയാം എ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ എ ഇവിടെ വന്നിട്ടുള്ളത് 2-ലും 3-ലും മാത്രമാണ്. ബി റോങ് ആണെന്നുള്ളത് മനസ്സിലായി. കറക്റ്റ് ആൻസർ ചെയ്താണല്ലോ വന്നിരിക്കുന്നത്. ഐ ബാൻഡ് റെഡ്യൂസസ് ഇൻ വിഡ്ത്ത്, ഐ ബാൻഡ് കുറയും, അത് കറക്റ്റ് ആണ്. മയോസിൻ ഹൈഡ്രോലൈസിസ് നമുക്ക് നോക്കാം. മയോസിൻ ഹൈഡ്രോലൈസിസ് ATP റിലീസിങ് ADP and PI ഇതും സംഭവിക്കാറുണ്ട്. Z ലൈൻ അറ്റാച്ച്ഡ് ടു ദ ആക്ടിൻ ആർ ഓൾസോ പുൾഡ് ഇൻവേർഡ്സ്. സോ ഓപ്ഷൻ ഇവിടെ നോക്കിയേ A, C, D, E ഓൺലി. ഇവിടെ ബി മാത്രമാണ് റോങ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്നുള്ളതാണ്, ഹ്യൂമൻ ഫിസിയോളജി. അടുത്തതും ഹ്യൂമൻ ഫിസിയോളജി, സെയിം ചാപ്റ്റർ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. സ്കാപ്പുള എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഇതൊരു അപ്പൻഡിക്കുലർ സ്കെൽട്ടനിൽ വരുന്ന ഭാഗമാണ്. സ്കാപ്പുള ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ ആണ്, ട്രയാങ്കുലർ ഷേപ്ഡ് ബോൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ A4 വരുന്ന ഏതിലാന്ന് നോക്കിയേ. A4 വരുന്ന 1ാമത്തിലും വരുന്നുണ്ട്, 4th വണ്ണിലും വരുന്നുണ്ട്. അടുത്ത ക്രാനിയം. ക്രാനിയം എന്ന് പറയുന്നത് നമുക്കറിയാം ഫൈബ്രസ് ജോയിന്റ് ആണ്, ഇമ്മൂവബിൾ ജോയിന്റ് ആണ്. ഇത് നമ്മൾ സ്യൂച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ B3 വരുന്ന ഏതിലാന്ന് നോക്കിയേ. 1ാമത്തിലും B3 വരുന്നുണ്ട്. ഇല്ല, 1ാമത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ ഇവിടെ ഫസ്റ്റ് 1 ആണ് അല്ലെ. അടുത്ത് നോക്കാം നമുക്ക്. സ്റ്റെർണം ഫ്ലാറ്റ് ബോൺ ആണ്, കിട്ടിയില്ലേ. സ്റ്റെർണം ഫ്ലാറ്റ് ബോൺ ആണ്. C2 വന്നു. വെർട്ടിബിൾ കോളം നോക്കിയ കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. മക്കളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഫിലേറിയാസിസ്, മന്ദരോഗം ഉണ്ടാക്കുന്നത് ഏതാന്നാ ചോദ്യം. ഫിലേറിയാസിസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഫിലേറിയാസിസ് ഏതാണ്? വുച്ചറേറിയ ബാങ്ക്രാഫ്റ്റി അല്ലെ. വുച്ചറേറിയ ബാങ്ക്രാഫ്റ്റി ആണ് ഫിലേറിയാസ് ഉണ്ടാക്കുന്നത്. A3 എന്ന് പറയുന്നത് കണ്ടോ. A3 വരുന്നത് ഓപ്ഷൻ 3-ൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ആൻസർ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അമീബിയാസിസ് ഇത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ചാപ്റ്ററിലാണ്. അമീബിയാസിസ് എൻറ്റമേബ ഹിസ്റ്റോലറ്റിക്ക. ന്യൂമോണിയ കോസ് ചെയ്യുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ.
pneumonia, Haemophilus influenzae, ringworm, fungal infection, trichophyte. So the answer is third one. Okay, ഇത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലെ ഡിസീസിന്റെ പാർട്ടിൽ നിന്ന് വന്ന ചോദ്യമാണിത്. അടുത്ത ചോദ്യം നോക്കാം. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് ഹാവ് ഓൺലി സിംഗിൾ ബോണ്ട് ആർ കോൾഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഓൺലി സിംഗിൾ ബോണ്ട്? നോ, ഇറ്റ്സ് റോങ് ആൻസർ. ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ്. അത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ ബി കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അല്ലേ? കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ബി കറക്റ്റ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. 1ഉം 4ാമത്തേതും ഇവിടെ ബി ഉണ്ട്. ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ ഈസ് ഗ്ലിസറോൾ. ഇതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് വരുന്നതാണ് ബി, സി കറക്റ്റ് ആണ്. ബിയും സിയും വരുന്ന ഓപ്ഷൻ 4th 1 മാത്രമേ ഉള്ളൂ. എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. കുറച്ചൊക്കെ നമ്മളൊന്ന് സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മളൊന്ന് ചെറിയതായിട്ടൊന്ന് ബ്രെയിൻ യൂസ് ചെയ്താൽ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. പാൽമിറ്റിക് ആസിഡ് ഹാസ് 20 കാർബൺ. ഇനി എന്തായാലും ഈ ആൻസർ വരില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം പാൽമിറ്റിക് ആസിഡിന് 20 കാർബൺ ഇല്ല. പാൽമിറ്റിക് ആസിഡിന് 16 കാർബണേ ഉള്ളൂ. 20 കാർബൺ ഉള്ളത് ഏതിനാണ്? അരാക്കിഡോണിക് ആസിഡിനാണ് 20 കാർബൺ ഉള്ളത്. അരാക്കിഡോണിക് ആസിഡ്. സോ ദ ആൻസർ ഹിയർ ഇറ്റ് ഈസ്, ലിസൺ, ആൻസർ ഫോർ ദിസ് വൺ ഈസ് ഹിയർ ബി ആൻഡ് സി ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കാം. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രോസ്റ്റോമിയം ഓഫ് എർത്ത് വേം. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്നുള്ള ചാപ്റ്ററിൽ എർത്ത് വേം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരാറുള്ളത് ഫ്രോഗ്, അതുപോലെ നമ്മുടെ കോക്രോച്ച്, അതുപോലെ ടിഷ്യൂസ് എന്നുള്ള ഭാഗത്തു നിന്നാണ്. ഇത്തവണ എർത്ത് വേമിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചോദ്യം മാത്രം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ചോദ്യം മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. നമ്മൾ എർത്ത് വേമിൽ നിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഇനിയിപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് പഠിച്ചവർക്കും പ്രോബ്ലം ഇല്ല. കാരണം നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ കിട്ടുന്നുണ്ടല്ലോ, അതിൽ ഉൾപ്പെടുത്തിയാലും മതി നിങ്ങൾ. അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രോസ്റ്റോമിയം ഓഫ് എർത്ത് വേം. ഇറ്റ് സെർവ് ആസ് എ കവറിംഗ് ഫോർ മൗത്ത്. കറക്റ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു ഓപ്പൺ ക്രാക്സ് ഇൻ ദ സോയിൽ ഇൻ ടു വിച്ച് ഇറ്റ് ക്യാൻ ക്രൗൾ. മണ്ണ് തുരന്ന് അതിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയണത് ഈ പ്രോസ്റ്റോമിയം കൊണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സെൻസറി സ്ട്രക്ചർ. ഇറ്റ് ഇസ് എ ഫസ്റ്റ് ബോഡി സെഗ്മെന്റ്. അത് റോങ് ആണ്. എ, ബി, സി ആർ കറക്റ്റ് ആൻസർ. ഇത് പെരിസ്റ്റോമിയം ആണ് ഫസ്റ്റ് സെഗ്മെന്റിന് പറയുക. അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗമാണ് പ്രോസ്റ്റോമിയം എന്ന് പറയുക. അതുകൊണ്ട് എ, ബി, സി ആർ ദ കറക്റ്റ് ആൻസർ. പെരിസ്റ്റോമിയം വേറെയാണ്, പ്രോസ്റ്റോമിയം വേറെയാണ്. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്രീറ്റ്സ് എ ഹോർമോൺ റിലാക്സിൻ ഡ്യൂറിംഗ് ദ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ അവസാന സമയങ്ങളിൽ ഓവറി അതുപോലെ തന്നെ പ്ലാസന്റയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ്. മെയിനായിട്ടും ഓവറി അതുപോലെ പ്ലാസന്റയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് റിലാക്സിൻ. അപ്പം നമ്മൾ ഈ ഓപ്ഷനിൽ ഓവറി ഉണ്ടോ നോക്കുക. ഓക്കെ, യൂട്രസ്, ഗ്രാഫിയൻ ഫോളിക്കിൾ, കോർപ്പസ് ലൂട്ടിയം, ഫീറ്റസ്. അപ്പം നമുക്കിവിടെ എക്സാക്ട്ലി ഒരു കറക്റ്റ് ആൻസർ വരുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. കാരണം കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്നത്. പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്നുള്ളത് കൊണ്ടാണ് യൂട്രസ് തിക്കാകുന്നത്. ഡെലിവറി സമയത്ത് കോർപ്പസ് ലൂട്ടിയം അതായത് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ടാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്രീറ്റ്സ് എ ഹോർമോൺ റിലാക്സിൻ. ഈ ഒരു ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ സോഫ്റ്റൻ ദ കണക്റ്റീവ് ടിഷ്യൂ പ്രസന്റ് ബിറ്റ്വീൻ പ്യൂബിക് സിംഫൈസിസ് എന്നാ പറയാം. സോഫ്റ്റൻ ദ കണക്റ്റീവ് ടിഷ്യൂ പ്രസന്റ് ബിറ്റ്വീൻ പ്യൂബിക് സിംഫൈസിസ് പഠിപ്പിച്ചു തന്നതാണ് ഇത്. ഓക്കെ, 2 പ്യൂബിക് ബോണുകളുടെ ഇടയിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ഒന്ന് സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ റിലാക്സിൻ എന്ന് പറയുന്നത്. ഇത് പ്ലാസന്റയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രഗ്നൻസി സമയത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് എന്നിങ്ങനെ പല രീതിയിൽ നമ്മളിത് പഠിച്ചതാണ്. ഇനി നമുക്ക് നോക്കാം. ഇറ്റ്സ് നോട്ട് കോണ്ടന്റ്, ഇറ്റ് ഈസ് കൊഡോൺ. ദ കൊഡോൺ AUG, the codon AUG code for methionine and phenylalanine. AUG എന്ന് പറയുന്നത് കോഡ് ചെയ്യുന്നത് മെഥിയോണൈൻ ആണ്, പക്ഷെ ഫീനൈൽ അലനൈൻ അല്ല. ഫീനൈൽ അലനൈൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് UUC, ഇതൊക്കെ ഫീനൈൽ അലനൈൻ ആണ്. പക്ഷെ AUG എന്ന് പറയുന്നത് മെഥിയോണൈൻ ആണ്. AAA and AAG both codons code for the amino acid lysine. ഓക്കെ, ഇതും റൈറ്റ് ആണ്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ചെക്കർ ബോർഡ് പാറ്റേൺ ഓഫ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ചെക്കർ ബോർഡ് പാറ്റേണിലുള്ളത് നമ്മളെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ഇതിലെല്ലാത്തിൻ്റെയും പേരുകൾ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്കറിയാൻ പറ്റും മെഥിയോണൈൻ എന്നുള്ളത് കറക്റ്റ് ആണെങ്കിലും ഫീനൈൽ അലനൈൻ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും കറക്റ്റ് ആൻസർ ആണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, ട്രൂ ആണ്.
അപ്പോൾ അതോടെ ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. നോ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. രണ്ടും ഫോൾസ് ആണെന്ന് പറയുന്നു. അടുത്ത് പറയുന്നു നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മെത്തിയോണൈൻ കറക്റ്റ് ആണെങ്കിലും ഫീനൈൽ അലൈൻ റോങ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷൻ ദാറ്റ് ഹെൽപ് ടു സ്റ്റോപ്പ് ദ ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസസ് അക്രോസ് എ ടിഷ്യൂ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ നിന്നാണ്. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷൻ ദാറ്റ് ഹെൽപ് ടു സ്റ്റോപ്പ് ദ ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസസ് അക്രോസ് ദ ടിഷ്യൂ. സബ്സ്റ്റൻസുകളുടെ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുന്നത് ഏതാന്ന് നോക്കാം. ടൈറ്റ് ജംഗ്ഷൻ ആണ്. ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ പഠിച്ചിട്ടുണ്ട്. ദേ പ്രിവെന്റ് ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസ്. അപ്പൊ അങ്ങനെ വരുന്ന ഈ 4 ടൈറ്റ് ജംഗ്ഷൻ തേർഡ് ഓപ്ഷനിൽ മാത്രമാണ്. ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് നൈബറിംഗ് സെൽസ്. ഗ്യാപ് ജംഗ്ഷൻ നോക്കിയേ, വയർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് മോളിക്യൂൾ. അത് വയർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നുണ്ട്. അത് റെസ്പെക്റ്റീവ്ലി ഇവിടെ കൊടുക്കുന്നു. ടൈറ്റ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ് ജംഗ്ഷൻ. ഈ ഗ്യാപ് ജംഗ്ഷനിലാണ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇതിലൂടെയാണ് അയോൺസും മോളിക്യൂൾസുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പറയുന്നു. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക്സ്, നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് ഇത്രയാണ്. നമുക്ക് ഏകദേശം ഒരു 36 അല്ലെങ്കിൽ 37 ക്വസ്റ്റ്യൻസുകളെ മാക്സിമം ഈ ഒരു സുവോളജി പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളത് ബോട്ടണിയിലാണ്. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു സുവോളജിയേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ ഇത്തവണ ചോദിച്ചിട്ടുള്ളത് ബോട്ടണിയിൽ നിന്നാണ്. ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ നമുക്കിപ്പോൾ എല്ലാം തന്നെ നമ്മുടെ NCERT സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. 99%. പിന്നെ എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ അടുത്ത പ്രാവശ്യം, ഈ വരുന്ന പ്രാവശ്യം മെഡിക്കൽ സീറ്റിൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, so thank you from Mercury Academy. This is SH. Bye.